ഗുഡ് ഈവനിങ് മാറ്റിനി ഫിലിമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വളരെ പ്രത്യേകതയുള്ള മറ്റൊരു വിഷയം. ആ വിഷയം എന്ന് പറയുന്നത് തന്നെ ഒരു ഹോം മേക്കിംഗ്. അതിനെ സൈക്കോളജിക്കലായിട്ട് എങ്ങനെയാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ഓമന ടീച്ചറോട് നമുക്ക് കേൾക്കാം. ഓമന ടീച്ചർ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അതിനുശേഷം UPSC, HSA ഇങ്ങനെയുള്ള തലങ്ങളിലൊക്കെ അധ്യാപികയായി വർക്ക് ചെയ്തു. അതിനുശേഷം പ്രൈമറി സ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററായി, ഹൈസ്കൂളിൽ അഡ്മിനിസ്ട്രേറ്ററായി, ലീഗൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഫാക്കൽറ്റിയായി, ഇങ്ങനെ പല തലങ്ങളിൽ ഇപ്പം നല്ലൊരു സോഷ്യൽ വർക്കർ എന്ന് നമുക്ക് പറയാം. കാരണം മറ്റുള്ളവരെ കോർഡിനേറ്റ് ചെയ്യണം. സോഷ്യൽ വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെയുമല്ല, ജുവനൈസ് ജസ്റ്റിസ് ബോർഡിൻ്റെ ഒരു മെമ്പർ, വയനാട് മെമ്പർ എന്ന നിലയിലൊക്കെ വളരെ സ്തുത്യർഹമായ സേവനങ്ങൾ നൽകുന്നു. അതോടൊപ്പം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തുടർച്ചയായി വളരെ ക്രിയാത്മകമായ ക്ലാസ്സുകൾ, സെൽഫ് അവയർനെസ്സിൻ്റെ ഏറ്റവും ഉത്തമമായ ക്ലാസ്സുകളിലൂടെ കടന്നു പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഓമന ടീച്ചറെയും സ്വാഗതം ചെയ്യുന്നു. മനോഹരമായൊരു ടോപ്പിക്, എങ്ങനെയാണ് ഹോം മേക്കിംഗ് ഇങ്ങനെയൊക്കെയുള്ള പല വിഷയങ്ങളിൽ എങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ടാക്കാം, സ്വല്പം കൂടെ കൃത്യമായി നമുക്ക് ആഴങ്ങളിൽ അതിനെ മനസ്സിലാക്കാം. സോ വിഷയവുമായി വരുന്ന ഓമന ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. ഓമന ടീച്ചർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സാറ് ഒത്തിരി നന്നായി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴും ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. അത് എല്ലാത്തിനും സാറിനോട് ആദ്യം നന്ദി പറയുന്നു. പിന്നെ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഒത്തിരി കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാവർക്കും ആദ്യം സ്വാഗതം പറയുന്നതിന് മുമ്പേ ഒരു നന്ദി പറയുകയാണ്. താങ്ക് യു എവരിബഡി. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ? പിന്നെ വീഡിയോയിൽ സാറിനെ മാത്രമേ കാണുന്നുള്ളൂ. ജോഷി സാറിനെ കണ്ടപ്പോൾ ഒന്ന് സന്തോഷിച്ചതായിരുന്നു. നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ട് ഈ വീട്ടിൽ, ഈ പേരൻസിന്, ഈ കുടുംബത്തിൽ നമ്മൾ ജനിച്ചു എന്ന് നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഈ അന്തരീക്ഷത്തിൽ, ഈ എൻവയോൺമെന്റിൽ നമ്മൾ ആയതെങ്ങനെ, എന്തുകൊണ്ട് എന്നാരെങ്കിലും ഒക്കെ ആലോചിച്ചിട്ടുണ്ടോ? അത് ഈ വഴി നമ്മൾ വന്നത് ആക്സിഡന്റലാണോ? അല്ല. പിന്നെ അതിന് നമ്മളെ കൊണ്ട് ഒരു നിയോഗം ഇവിടെ ഉണ്ട് എന്ന് സൃഷ്ടികർത്താവ് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മൾ ഇതുവഴി വന്നത്. അതുകൊണ്ട് ഇതിനെ നന്ദിയോടെ സ്വീകരിക്കുകയും എല്ലാത്തിനോടും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക. ഈ ചുറ്റുപാടുകൾക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് അല്ലേ? ഒരു ഹിഡൻ റീസൺ നമ്മൾ ഇവിടെ ആയിരിക്കുന്നതിന്റെ, ഈ വീട്ടിൽ ജനിച്ചതിന്. വീട്ടിലാണോ അല്ല സമൂഹത്തിന് നമ്മൾ ആവശ്യമുണ്ട് എന്നുള്ളതും, പിന്നെ വീട്ടില് അച്ഛനമ്മയുടെ ഒരു സെക്കൻഡ് മാം, നമുക്ക് ഈ സമൂഹത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഈ വീട്ടിൽ ജനിക്കാതെ അപ്പുറത്തെ വീട്ടിൽ ജനിച്ചാൽ പോരായിരുന്നു? അത് ശരിയാണ്. അല്ല, അത് നമ്മുടെ പാരന്റ്സ് ആണ് അതിന് കാരണക്കാരൻ. ജനറ്റിക്കൽ ഹൈറാർക്കിയുടെ പാർട്ടാണ്. അതെ. അപ്പൊ നമുക്ക് ചിലപ്പോൾ പിള്ളേർക്ക് നമ്മുടെ അവനവന്റെ പേരൻസിനെ ഇഷ്ടപ്പെടുകയില്ല. വേറെ കൂട്ടുകാരെയോ കൂട്ടുകാരൻ്റെയോ ഒക്കെ വലിയ നല്ല, അവരൊക്കെ വലിയ ഹൈഫൈ പേരൻസ് ആണ്, അവിടെ ജനിച്ചില്ലല്ലോ എന്നൊക്കെ ഒരു സങ്കടമൊക്കെ ടീനേജേഴ്സിനും ചെറിയ പിള്ളേർക്കൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടിട്ടുണ്ട്. അത് അങ്ങനെയല്ല, നമ്മൾ ഇവിടെ ജനിച്ചത് ഇത് എൻ്റെ ഈ പേരൻസ് കൊള്ളത്തില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥ ഒരുപാട് ഏത് ഏജിലും ചെറിയ പിള്ളേരുടെ ഇടയിൽ ഇപ്പോഴും കാണാം, ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ ഇവിടെ അല്ലായിരുന്നു, ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ എന്ന് ഈ അക്കരെ പച്ച പോലെ വല്ലാത്ത ഒരു ചിന്ത. അപ്പൊ ഞാൻ അതിനെപ്പറ്റി എപ്പോഴും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. പിന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മുടെ പേരൻസിനെ. നമ്മുടെ വീട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നല്ല ആർക്കും ചൂസ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ഞാനിപ്പോൾ പരമഹംസ യോഗാനന്ദ എന്താ പറഞ്ഞതെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ, ആദ്യ ശ്വാസത്തിന് മുന്നേ, ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുന്നേ, യുവർ സോൾ മെയ്ഡ് എ കോൺഷ്യസ് ചോയ്സ്. നമ്മൾ ബോഡിയല്ല, നമ്മൾ സോളാണ്. അപ്പം നമ്മളുടെ സോള് ഒരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ചോയ്സ് എടുത്തതാണ്. ദ സോൾ ഡസിൻ സീക്ക് കംഫർട്ട്, ഇറ്റ് സീക്സ് എവല്യൂഷൻ.
സോളിന് കംഫർട്ട് അല്ല വേണ്ടത്, എവല്യൂഷൻ ആണ് വേണ്ടത്. എവരി പെയിൻ, എവരി ജോയ്, എവരി റിലേഷൻഷിപ്പ് വിത്തിൻ യുവർ ഫാമിലി ക്യാരീസ് എ സീഡ് ഓഫ് എ ലെസൺ അവർ സോൾ കെയിം ടു ലേൺ. സോളിന് ഇതുവരെയുള്ള കർമ്മയിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് മാറേണ്ടതുണ്ട്. നമുക്കത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഹൗ ഡീപ്ലി അവർ ഫാമിലീസ് ഷേപ്പ് അസ്. നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലി അല്ലേ? അല്ലേ? നമ്മളെ ഷേപ്പ് ചെയ്യുന്നത് മൊത്തത്തിൽ നമ്മുടെ ഫാമിലിയാണ്. ദേ ആർ ദ മിറേഴ്സ് ഓഫ് അവർ കർമ്മ. നമ്മുടെ കർമ്മയുടെ മിറേഴ്സ് ആണ് അവർ. ദ റിഫ്ലക്ഷൻ ഓഫ് അവർ പാസ്റ്റ്. നമ്മളുടെ വളർച്ചയ്ക്കുള്ള എനർജി മുഴുവൻ നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. നമ്മളെപ്പോഴും ആലോചിക്കും എന്നെ എന്തിന് ഇവിടെ എന്ന് ആലോചിക്കുന്ന സമയങ്ങൾ ആലോചിക്കാതിരുന്നിട്ടുണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ ഉത്തരം നമ്മളൊരു സോളാണ്. വെറും ബോഡിയാണെങ്കിൽ പിന്നെ നമ്മളെ ഒന്നിനും കൊള്ളില്ലല്ലോ. അപ്പം മതത്തിന്റെ പ്രശ്നം അതിൻ്റെ അകത്തില്ല. കാരണം പിന്നെ എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്നാണ് മതം പഠിപ്പിക്കുന്നത്. ഏത് മതവും പഠിപ്പിക്കുന്നത് നമ്മളൊക്കെ ദൈവത്തിന്റെ മക്കളാണെന്നാണ്. അപ്പം നമ്മൾ ദൈവത്തിന്റെ മക്കളാകുമ്പോൾ നമുക്ക് നാശമില്ലല്ലോ, നമ്മൾ നശിക്കുന്നില്ല, നമ്മൾ സോളാണ്. അപ്പം ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ സാറേ. സാധാരണ പോലെ ഇനിയിപ്പം അച്ഛനും അമ്മയ്ക്കും താങ്ക്സ് പറയാതിരിക്കുന്നില്ല. അത് നമ്മുടെ സബ്ജക്റ്റ് അങ്ങോട്ടാണ് പോകുന്നത്. ഈ വീഡിയോ കണ്ടിട്ട് എന്നാ തോന്നിയേ? ഐകമത്യം മഹാബലം. നമുക്ക് ആരെങ്കിലുമൊക്കെ വേണം അല്ലേ? എല്ലാവരും അത് ഫാമിലി ആയിട്ട് തന്നെ നന്നായിട്ടിരിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലത്. മൈ ഹോം ആസ് എ ടെമ്പിൾ. വാട്ട് ഐ പ്രീവിയസ്ലി ലേബൽഡ് മൈൻഡ്ലെസ് ആൻഡ് വൺസ് തോട്ട് ഓഫ് ആസ് interruptions to spiritual growth and becoming the core of what makes my home feel sacred. ഇത് മലയാളത്തിലാക്കിയിട്ടുണ്ട് ഞാൻ. എൻ്റെ വീട് ഒരു ക്ഷേത്രമായി. മുമ്പ് ഞാൻ അർത്ഥമില്ലാത്തത് എന്ന് വിശേഷിപ്പിച്ചും ആത്മീയ വളർച്ചയ്ക്ക് തടസ്സങ്ങളായിട്ട് കരുതിയിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ എൻ്റെ വീട് ഒരു ക്ഷേത്രം പോലെ അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് ഒക്കെ ഷിഫ്റ്റ് ആകുന്നുണ്ട്. നമ്മൾ വളരുന്നതിനനുസരിച്ച് ദൈനംദിന പ്രവർത്തനങ്ങളിൽ നമുക്ക് ആത്മീയത കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. വീടിനെ നമ്മൾ ആദ്യം മനസ്സിൽ ഒരു വിശുദ്ധ സ്ഥലമായി പരിഗണിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ ആണ് വീടിനോടുള്ള താല്പര്യം നമുക്ക് ഉണ്ടാവുന്നത്. ഈ കോട്ട് പറയുന്നത് ഷൗന നെക്സിസ്റ്റ് എന്നുള്ള ആളാണ്. അവർ പറയുന്നത് അവർ ആദ്യം അർത്ഥമില്ലാത്ത കാര്യങ്ങളാണെന്ന് വിചാരിച്ചതൊക്കെയാണ് പിന്നീട് ആത്മീയ വളർച്ചയ്ക്ക് സപ്പോർട്ടായി വന്നതെന്നാണ് പറയുന്നത്. അപ്പം സ്നേഹത്തിൻ്റെയും ആത്മീയതയുടെയും അന്തസ്സ് വീട്ടിനുള്ളിൽ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുമ്പോൾ, ഒരു പാത്രം കഴുകുവാണെങ്കിലും അത് മൈൻഡ്ഫുള്ളായിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കതിനോട് താല്പര്യത്തോടെ. മൈ പീപ്പിൾ വിൽ ലിവ് ഇൻ പീസ്ഫുൾ ഡ്വെല്ലിംഗ്സ് പ്ലേസസ്, ഇൻ സെക്യൂർ ഹോംസ്, ഇൻ അൺഡിസ്റ്റർബ്ഡ് പ്ലേസസ് ഓഫ് റെസ്റ്റ്. ബൈബിൾ വാക്യമാണ്. നമ്മുടെ എല്ലാവരും നല്ല സ്ഥലത്ത് ജീവിക്കണം എന്ന് തന്നെയാണ്. അവർ ലവ്ലി ഹോം എ ഹോളി പ്ലേസ് ഓഫ് പീസ് ആൻഡ് റെസ്പെക്ട്. നമ്മുടെ വീട് എങ്ങനെയാണ് നമുക്ക് ഒരു ഹോളി പ്ലേസ് ആക്കി മാറ്റാൻ പറ്റുന്ന, പീസും റെസ്പെക്റ്റും ഉള്ള.
എ സ്മോൾ ഹട്ട് വിത്ത് ലവ് ഈസ് എ പാലസ്. വീടിന്റെ വലിപ്പമാണ് ഇപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ ഏത് ഭാഗത്തോട്ട് പോയാലും ഒരു വീടിനേക്കാളും വലിയ വീട് അടുത്തത്. അതിന് എപ്പോഴാണ് ആദ്യം ഉണ്ടാക്കിയ വീട് കുറച്ച് ചെറുതുപോലെ തോന്നും. അതിന് ശേഷം ഉണ്ടാക്കിയതൊക്കെ അതിനെക്കാട്ടും വലുത്. അങ്ങനെ വലിയ കൊട്ടാരങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. അത് വീടിന്റെ വലിപ്പം പ്രശ്നമല്ല. എ സ്മോൾ ഹട്ട് വിത്ത് ലവ് ഈസ് എ പാലസ്. വാട്ട് ഈസ് ഹോം? എന്താണ് വീട്? എ പ്ലേസ് വെയർ വി ഫീൽ സേഫ്. ഇപ്പൊ നമ്മൾ എത്ര വില കൂടിയ ഒരു റിസോർട്ടിൽ പോയിട്ട് താമസിക്കുമ്പോഴും നമുക്കുള്ളിൽ ഒരു ചെറിയ ഭയം ഉണ്ടാകുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നാറുണ്ട്. എ പ്ലേസ് വെയർ വി ഫീൽ സേഫ്. അതേസമയം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചില ദിവസം നമ്മൾ വാതിലടയ്ക്കാൻ മറന്നുപോയാൽ പോലും നമുക്ക് അങ്ങനെ ഒരു പേടി തോന്നില്ല. എ പ്ലേസ് വെയർ ലവ് ലിവ്സ്. അവിടെ സ്നേഹമാണ് ഉണ്ടാവുക. നോട്ട് ജസ്റ്റ് ബ്രിക്സ് ബട്ട് മെമ്മറീസ്. നമ്മൾ ഈ വീട് പണിതത് ഇഷ്ടിക കൊണ്ടല്ല, ഓർമ്മകൾ കൊണ്ടാണ്. വീട് എന്ന് പറയുന്നത് മനോഹരമായ ഓർമ്മകളാണ്. ഇറ്റ് ഈസ് നോട്ട് ഹൗ ബിഗ് ദ ഹൗസ് ഈസ്, ഇറ്റ് ഈസ് ഹൗ ഹാപ്പി ദ ഹോം ഈസ്. വീടിന്റെ ഹൗസ് എന്ന് പറയുമ്പോൾ ബിൽഡിംഗ് മാത്രമാണ്. ഇപ്പൊ നമ്മൾ കാണുന്നതെല്ലാം ഹൗസാണ്. അതിൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തോടെയുള്ള ഫാമിലി ഉണ്ടാകുമ്പോഴാണ് അത് ഹോം ആകുന്നത്. ചാണക്യൻ എന്താ പറഞ്ഞത് നോക്കാം. ഇതൊന്ന് വായിച്ചേക്കാം ആരെങ്കിലും? എനിക്കാരെയും കാണത്തില്ല. God is not present in idols. The feelings are your God. The soul is your temple. നമ്മൾ തന്നെയാണ്, മനുഷ്യൻ തന്നെ അവനവന്റെ ശരീരം തന്നെ ഒരു ടെമ്പിളാണ്. നമ്മളെ ശ്രീകോവിലാണ് സോൾ ഉള്ളത്. നമ്മളാകുന്ന ശ്രീകോവിലില്. അപ്പൊ ഈ സാധാരണ ബിംബങ്ങളിലൊന്നും ദൈവം ഉണ്ടാവില്ല എന്നാണ് ചാണക്യൻ പറഞ്ഞത്. മേക്കിംഗ് ദ ടെമ്പിൾ അവർ സെക്കൻഡ് ഹോം. നമുക്ക് ഈ നമ്മുടെ വീട് ഫസ്റ്റ് ടെമ്പിളും ടെമ്പിള് സെക്കൻഡ് ഹോമും ആക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. വാട്ട് ഈസ് എ പ്ലേസ് ഓഫ് വർഷിപ്പ്? ഞാൻ ഇങ്ങനെ ടെമ്പിൾ എന്ന് പറയുമ്പോൾ അത് മതമായിട്ട് ബന്ധപ്പെടുന്നില്ല. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ പ്ലേസ് ഓഫ് വർഷിപ്പ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. എ സേക്രഡ് പ്ലേസ്, എ പ്ലേസ് ഓഫ് ഡിവോഷൻ ആൻഡ് റെവറൻസ്. ഇറ്റ് ഈസ് വെയർ വി കണക്ട് വിത്ത് സംതിങ് ഗ്രേറ്റർ ദാൻ അവർസെൽസ്, വെയർ വി ഫൈൻഡ് പീസ് ആൻഡ് ട്രാങ്ക്വിലിറ്റി. നമ്മളെക്കാട്ടിലും ഒരു കൂടുതൽ ശക്തിയുള്ള ഒന്നിനെ അന്വേഷിച്ചാണ് നമ്മൾ വർഷിപ്പിന് പോകുന്നത്. വാട്ട് ക്യാൻ യു ഡു ടു പ്രൊമോട്ട് വേൾഡ് പീസ്? ഗോ ഹോം ആൻഡ് ലവ് യുവർ ഫാമിലി. അമ്പലത്തിലേക്കോ അല്ലെങ്കിൽ പള്ളിയിലോട്ടോ അല്ലെങ്കിൽ മോസ്കിലോട്ടോ പോകാനല്ല, നമ്മളുടെ വീട്ടിലുള്ളവരെ സ്നേഹിക്കാനാണ് മദർ തെരേസ പറഞ്ഞത്. ഒരു കുട്ടി അവന്റെ അവന് കുറച്ച് കുട്ടികളുടെ കൂടെ ഒരുമിച്ച് വരുമായിരുന്നു. അവന്റെ ഫ്രണ്ട്സ് അവന്റെ വീട്ടിലേക്ക് വന്നു. അപ്പൊ അവൻ വീടിന്റെ വാതിക്കൽ വെച്ച് ഷൂ ഊരുവാണ്. അപ്പൊ കുട്ടികൾ ചോദിച്ചു, എന്തിനാണ് നീ നിന്റെ ഷൂ ഇവിടെ ഊരുന്നത്? നമ്മൾ സാധാരണ അമ്പലത്തിലല്ലേ ഷൂ ഊരാറ്. അപ്പം ആ കുട്ടി പറയാണ്, മൈ മദർ സേസ് അവർ ഹോം ഈസ് എ ടെമ്പിൾ, വി ഡോണ്ട് വിയർ ഷൂസ് ഇൻസൈഡ് എ ടെമ്പിൾ. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നമ്മൾ അമ്പലത്തിന്റെ വാതിക്കൽ അല്ലെങ്കിൽ പള്ളിയുടെ വാതിക്കല്, മോസ്കിന്റെ വാതിക്കല് ഷൂ ഊരാറുണ്ടല്ലോ, അതുപോലെ പവിത്രമാണ് ഈ വീട്, നീ അവിടെ വാതിക്കൽ ഊരി വെക്കണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് ആ കുട്ടി അങ്ങനെ ചെയ്തത്. ട്രീറ്റിംഗ് ഹോം ആസ് ഹോളി ബ്രിങ്സ് റെസ്പെക്ട് ഇൻ സ്മോൾ ആക്ഷൻസ്. ഇങ്ങനെ കുട്ടികൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു വീടിനോടുള്ള ഒരു ഹോളിനെസ് ഫീൽ ചെയ്യും. The home as a holy place. We remove our shoes at a temple, mosque or church. We lower our voices in holy places. What if we treat our home the same way? നമ്മൾ ഉറക്കെ സംസാരിക്കുകയില്ല. പള്ളിയിലും അമ്പലത്തിലും ഒന്നും പോയി അവിടെ പോയി നമ്മൾ ഉറക്കെ സംസാരിക്കുകയില്ല, ഒരുപാട് ഒച്ചത്തിൽ സംസാരിക്കുകയില്ല. നമ്മുടെ വീടുകളിൽ ഒരാൾ ഒരു ഫോൺ ചെയ്യുവാണെങ്കിൽ
ആളെവിടെയാണോ, ആരാണോ ഫോൺ വിളിച്ചത് അവരെവിടെയാണോ ഇരിക്കുന്നത് അത്രയും ഉറക്കെയാണ് അവർ സംസാരിക്കുക. അപ്പുറത്തിരുന്ന് കുട്ടികൾ പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ കാര്യങ്ങൾ, എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആണല്ലോ ഒരാളുടെ ശബ്ദം. അങ്ങനെയുള്ള ഒരു ശ്രദ്ധ നമ്മുടെ വീടുകളിൽ വളരെ കുറവായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ എല്ലാവരും വിചാരിക്കുന്നത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലല്ലേ നമുക്ക് ഇതൊക്കെ പറ്റുള്ളൂ, അങ്ങനെ ഒരു ചിന്തയാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ വീട്ടില് ഡു വി ഷൗട്ട്, സ്പീക്ക് ഹാർഷ് വേർഡ്സ് അറ്റ് ഹോം? ഇങ്ങനെ ചെയ്യാറുണ്ടോ? ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും വളരെ എന്താ പറയുക, ഹൈ ലെവലിൽ ചിന്തിക്കുന്ന ആളുകളാണ്. ഞാൻ ആ ആളുകളോടാണ് ചോദിക്കുന്നത്. പക്ഷേ അതിൽ പിന്നെ സാധാരണ ഞാൻ പഠിപ്പിച്ചത് സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ്. ഒത്തിരി പാവപ്പെട്ട പിള്ളേർ വരുന്ന സ്കൂളാണ്. അപ്പോൾ അവിടുത്തെ രക്ഷിതാക്കളുടെ സ്റ്റാൻഡേർഡ് ഒക്കെ എനിക്കറിയാം. അവരൊക്കെ എന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്, കുട്ടികളാണേലും ഒരുപാട് സഹിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ പോകുമ്പോഴാണേലും കഴിഞ്ഞ ദിവസം 2 പിള്ളേരെ കൊണ്ടുവന്നു. ആ പിള്ളേർ രാത്രി ഉറക്കമില്ല. 2 പേരും 15 വയസ്സേ ഉള്ളൂ. ഒരു ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. 2 പേരും രാത്രി മുഴുവൻ ഇറങ്ങി നടന്ന് കാണുന്നിടമെല്ലാം തീയിടുവാണ്. ഒരു വലിയൊരു ഗുജറ കത്തിച്ചു, അത് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ട്. ഒരു ഫർണിച്ചർ ഷോപ്പ് കത്തിച്ചു. അങ്ങനെയൊക്കെ ആരെയൊന്നും പിടിക്കാൻ പറ്റാതെ നടന്ന അവസാനം എങ്ങനെയോ ഒരു അംഗൻവാടിയിൽ നിന്നൊരു TV എടുത്ത് കൊണ്ടുപോയപ്പോൾ എങ്ങനെയോ ക്യാമറയിൽ കുടുങ്ങിയിട്ടാണ് ഈ പിള്ളേരെ പിടിച്ച്. കുറേ കാര്യങ്ങൾ ഇനിയും തെളിയാനുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ആ പിള്ളേരുടെയൊക്കെ വീട്ടിലെ ചെറുപ്പത്തിലെ അല്ലെങ്കിൽ 15 വയസ്സ് വരെയുള്ള ജീവിതം ആലോചിച്ചാലും അതികഠിനമാണ്. അപ്പന്മാർ കള്ളം കുടിച്ച് വന്ന് ഇങ്ങനെ പുഴുക്കളെ പെരുമാറുന്ന പോലെ പെരുമാറലും, അമ്മമാരെ ഉപദ്രവിക്കലും ഒന്നും പറയണ്ട. ആ ഒരു അവസ്ഥയിലാണുള്ള പിള്ളേരാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. അപ്പം അത് കൊണ്ട് നമ്മളിങ്ങനെ ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഇവിടെയുള്ളവരോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. എല്ലാവരും വളരെ ഒത്തിരി നീറ്റായിട്ട് പെരുമാറുന്ന ആളുകളാണല്ലോ. The home as a holy place. Only the home can compare with the temple in sacredness. ആ ഒരു അമ്പലത്തെ നമ്മൾ എങ്ങനെ കാണുന്നു അത്രയും സേക്രഡ് ആയിട്ട് കണക്കാക്കേണ്ടതാണ് ഹോം. ഹോം ഈസ് ദ ടെമ്പിൾ ഓഫ് ലവേഴ്സ്. മഹിരാജ് ജഡേജയാണ്. ഹോം ഈസ് ദ ടെമ്പിൾ ഓഫ് ലവേഴ്സ്. ലവേഴ്സിന്റെ ടെമ്പിളാണ് ഹോം. എ wounded soul that goes unchecked or hasn't healed will continue a cycle of hurting other souls. ഒരു സോളിന് ഹേർട്ട് വന്നാൽ മറ്റു സോളുകൾക്കെല്ലാം ആ ഹേർട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അത് വീട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഹേർട്ട് കിട്ടിയാൽ അത് പുറത്തേക്ക് സൊസൈറ്റിയിലേക്കും അത് പടരും. The peace of the temple is a soothing balm to the wounded soul. അങ്ങനെയുള്ള വീടുകളിലുള്ള wounded souls ആണ് ഈ ടെമ്പിളിലേക്ക് അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്യാൻ, അവരുടെ വിഷമങ്ങൾ ഒന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒന്ന് സൂത്തനിങ് കിട്ടാൻ വേണ്ടി പോകുന്നത്. വീട് നീറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വേറൊരു വർഷിപ്പിന് വേറൊരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. Respecting home and people in it. Respect starts inside the house. Treat every member of your family with kindness and compassion. നമ്മൾ വളരെ ശ്രദ്ധയോടെ വീടുകളിൽ പെരുമാറണം. ഏറ്റവും അശ്രദ്ധമായി പെരുമാറുന്ന സ്ഥലമാണ് വീട്. നമ്മൾ എങ്ങനെയാണ് ലിസൺ അറ്റൻറ്റീവ്ലി ടു ഈച്ച് അതേഴ്സ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. നമ്മൾ ഓരോരുത്തരെയും വ്യക്തമായി ഓരോരുത്തരെയും കാണുകയും അവരവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആവുകയും എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കുന്ന ഒരു സങ്കേതമായിരിക്കണം വീട്. ആര് പറയുന്നതും കേൾക്കാൻ ആളുണ്ടാവണം, പറയാൻ പറ്റണം, ഫീലിങ്സ് പറയാൻ പറ്റണം, എല്ലാം പറയാൻ പറ്റണം. റെസ്പെക്ട് ഈച്ച് അതേഴ്സ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് പേഴ്സണൽ സ്പേസ്. ഓരോരുത്തരുടെയും പേഴ്സണൽ സ്പേസ് ഓരോരുത്തർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഷോ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ ദ പ്രസൻസ് ഓഫ് യുവർ ലവ്ഡ് വൺസ്. ചെറിയൊരു കാര്യം ചെയ്താലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം, താങ്ക്സ് പറയാം. അങ്ങനെ ഒരു ഫോമലായിട്ട് തന്നെ പെരുമാറിക്കൊള്ളണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധയോടെ പെരുമാറുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്.
അപ്പൊ നമ്മൾ എങ്ങനെയാണ് വീട്ടിൽ റെസ്പെക്ട് കാണിക്കുന്നത്? ആർക്കെങ്കിലും പറയാവോ? പേടിപ്പിച്ചിട്ടാണ്. പേടിപ്പിച്ച് നമുക്ക് റെസ്പെക്ട് വാങ്ങുകയാണല്ലേ സാർ? വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സ്പീക്ക് വിത്ത് റെസ്പെക്ട് അറ്റ് ഹോം? ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു കസിനെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കല്യാണം കഴിച്ചു കൊടുത്തപ്പോൾ അവര് കൊച്ചിനെ കാണാൻ വരുമ്പോൾ ആ വീട്ടിൽ ഞാനും കൂടെ പോകുമായിരുന്നു, ഞാൻ ചെറുതായിരുന്നു. അപ്പം അവര് ചേട്ടന്മാർ വന്നാൽ അവര് കൊച്ചിനോട് സംസാരിക്കുന്നത് വളരെ ഭവ്യതയോടെ. അപ്പം ഞാനത് കാര്യമായി ഞാൻ ഓർത്ത്, ഈ അവസ്ഥയാണ് എന്തിനാ ഇത്രയും താണുകേണി കൊച്ചിനോട് പെരുമാറുന്നതെന്ന് ഞാൻ ഓർത്ത്. ചെറിയ കൊച്ചല്ലേ, അന്ന് എനിക്കത് മനസ്സിലായില്ല. ഇപ്പൊ എനിക്കത് മനസ്സിലാകുന്നു. നമ്മൾ അങ്ങനെ പെരുമാറിയാൽ മാത്രമേ തിരിച്ചു കുട്ടി മറ്റുള്ളവരോട് അങ്ങനെ പെരുമാറുള്ളൂ. അത് നമ്മൾ എടാ പോടാ വാടാ എന്ന് പറഞ്ഞാൽ കുട്ടി അതേപോലെ പെരുമാറും. ഹോം ഈസ് വേർ വൺ സ്റ്റാർട്ട്സ് ഫ്രം. വീട്ടിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കുന്നത്. അത് കുട്ടികൾ ചെറുപ്പത്തിലെ ലവ് ആൻഡ് റെസ്പെക്ട്. ഹോം ഈസ് നോട്ട് വേർ യു ലിവ് ബട്ട് വേർ ദേ അണ്ടർസ്റ്റാൻഡ് യു. ക്രിസ്ത്യൻ. അത് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് വീട്. നമ്മൾ താമസിക്കുന്ന സ്ഥലമല്ല വീട്. നമ്മളെ മറ്റുള്ളവർക്ക് മനസ്സിലാകാൻ പറ്റണം, മനസ്സിലാക്കുന്ന ഒരു സ്ഥലമാണ് വീട്. വി ഓൾ നീഡ് പ്ലേസസ് ഇൻ അവർ ലൈവ്സ് ദാറ്റ് ഹെൽപ്പ് us ടു റീചാർജ് അവർ ബാറ്ററീസ് മെന്റലി, ഫിസിക്കലി ആൻഡ് ഇമോഷണലി. നമ്മൾ എല്ലാ പ്ലഗിലും കൊണ്ടുപോയി നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ചാർജർ ഉണ്ടാവണം നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ. ഓരോ മൊബൈലിനും ചാർജറുണ്ട്. അതുപോലെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ വീട്. നമ്മുടെ ബാറ്ററി റീചാർജ് ചെയ്യാൻ പറ്റിയ, മെന്റലി, ഫിസിക്കലി ആൻഡ് ഇമോഷണലി റീചാർജ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ വീട് ആയിരിക്കണം. ഹാർമണി ആൻഡ് പീസ്. ഈ ഹാർമണി ആൻഡ് പീസ് എന്ന് പറയുമ്പം എനിക്ക് നിർബന്ധമായിട്ടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ വീടുകളിൽ അപ്പൻ ഒന്ന് പറയും, അമ്മ വേറൊന്ന് പറയും. അമ്മയുടെ കുറ്റം അപ്പൻ മക്കളുടെ മുമ്പിൽ വെച്ച് ഉറക്കെ പറയുമ്പോഴാണ് അപ്പൻ വലിയ ആളാകുന്നതെന്ന് തോന്നുന്നത് ഒത്തിരി വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതാണ് സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യം. റിസോൾവ് കോൺഫ്ലിക്ട്സ് പീസ്ഫുള്ളി ആൻഡ് കൺസ്ട്രക്റ്റീവ്ലി. ഈ എന്ത് മിസ്റ്റേക്കും വഴക്കും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ എല്ലാ വീട്ടിലും കാണും. പക്ഷെ അത് വളരെ ശ്രദ്ധിച്ച് സമാധാനത്തോടെ കൺസ്ട്രക്റ്റീവായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണം. പ്രാക്ടീസ് ഫോർഗീവ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു പോയാൽ, ഇനി അപ്പനായാലും, അപ്പൻ ഒരു തെറ്റ്, ഒരു അബദ്ധം, ഒരു ചെറിയ മിസ്റ്റേക്ക് എല്ലാവർക്കും പറ്റുമല്ലോ. അയ്യോ ഞാൻ അങ്ങനെ അറിയാതെ ചെയ്തു പോയി, അയ്യോ എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും ആ തെറ്റ് വരുമ്പം അങ്ങനെ പറയാനുള്ള ഒരു ശീലം ഉണ്ടാകും. അതേസമയം ഒരിക്കലും ഒരു സോറി പറയാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ സാറേ? ഒരിക്കലും ആരോടും സോറി പറയാത്ത ആളുകൾ വീട്ടിൽ സോറി പറയും. ഒരിക്കലും തെറ്റ് ചെയ്യാത്ത ആളുകൾ തെറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരതിന് എന്തെങ്കിലും ഒഴികഴിവ് അല്ലെങ്കിൽ മറുപടി പറയും. അംഗീകരിക്കില്ല, വേറെ ആളുടെ മുഖത്തോട്ടിട്ടുകൂടി, വേറെ അടുത്തിരിക്കുന്ന ആളുടെ തലയിലോട്ട് പോകും. അപ്പൊ വീട്ടിൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ആ കുട്ടികൾ എന്താ ചെയ്യുക? കണ്ടുപഠിക്കുന്നത്. ക്രിയേറ്റ് എ കാം ആൻഡ് സൂത്തിങ് എൻവയോൺമെന്റ്. അങ്ങനെയുള്ളവരുടെ വീട്ടിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റില്ല. മിനിമൈസ് സ്ട്രെസ് ആൻഡ് നെഗറ്റിവിറ്റി വിത്തിൻ ദ ഹോം. എന്ത് സ്ട്രെസ് ഉണ്ടായാലും എന്ത് നെഗറ്റിവിറ്റി ഉണ്ടായാലും അത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ തമ്മിൽ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. അപ്പം മനസമാധാനം ഇല്ലാതെ വേറെ എങ്ങോട്ടും പോകേണ്ട കാര്യം വരില്ല. ഇറ്റ് ഈസ് നോട്ട് ഹൗ ബിഗ് ദ ഹൗസ് ഈസ്, ഇറ്റ് ഈസ് ഹൗ ഹാപ്പി ദ ഹോം ഈസ്. അങ്ങനെയാണെങ്കിലേ വീട് സന്തോഷത്തിൽ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ പണ്ട് താമസിച്ച വീടിൻ്റെ അടുത്തൊരു ലേഡി ഉണ്ടായിരുന്നു. ആ ലേഡി എപ്പോഴും ഒരു വിളക്ക് കത്തിച്ചു വെക്കും. വീട്ടിൽ ഒരു വിളക്ക് എന്നും കത്തിച്ചു വെക്കും. അപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആസ് ലോങ് ആസ് ദ ലൈറ്റ് സ്റ്റേസ് ഓൺ ദ പീസ് വിൽ ബി ദർ. ഇവിടെ ഈ ലൈറ്റ് ഇവിടെ ഉള്ളിടത്തോളം കാലം ഇവിടെ സമാധാനം ഉണ്ടായിരിക്കും എന്നാണ് അവരുടെ ഒരു വിശ്വാസം. അപ്പൊ അവര് സ്ഥിരമായി കത്തിച്ചു വെച്ചു. അവരുടെ കാലശേഷവും മക്കളത് സ്ഥിരമായി കത്തിച്ചു വെക്കാൻ തുടങ്ങി. ഇങ്ങനെയുള്ള ചെറിയ സ്മോൾ ട്രഡീഷൻസ് കീപ്പ് പീസ് അലൈവ്.
ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വലിയ കാര്യമൊന്നും അല്ല. പക്ഷെ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ നിർബന്ധമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ സ്മോൾ ട്രഡീഷൻസ് കീപ്പ് പീസ് അലൈവ്. അവിടെ സമാധാനം ഉണ്ടാവും, ആ വീട്ടിൽ സമാധാനം ഉണ്ടാവുമായിരിക്കും. സ്പിരിച്വൽ ഗ്രോത്ത്. ഇതൊന്ന് വായിച്ചേക്കാവോ സാറേ? ആരുമില്ലേ? Spend times together in meaningful activities such as reading, playing, or meditating, singing. അപ്പം നമ്മൾ ഒരുമിച്ച് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുക. അതിനാണ് സന്ധ്യാപ്രാർത്ഥന, അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് രാമരാമൻ ജപിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പണ്ട് മുതലേ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനാണ്. പണ്ടുള്ളവർക്ക് ഇതിലും നമ്മളെക്കാളും വിവരം ഉണ്ടായിരുന്നു. നമ്മൾ സയൻസ് വന്നതോടുകൂടി നമ്മളെല്ലാം സയൻസിന്റെ അറ്റത്ത് പിടിച്ചിട്ട് പണ്ട് ചെയ്തതെല്ലാം തെറ്റിപ്പോയി എന്ന് പറഞ്ഞ് എല്ലാം ഒഴിവാക്കിയ കൂട്ടത്തിലാണ്. എന്തെങ്കിലും കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുക. റീഡിങ്, പ്രേയിങ് ഓർ മെഡിറ്റേറ്റിംഗ്, ഏതെങ്കിലും കാര്യം മതി. ഒന്നെങ്കിലും ഷെയർ സ്റ്റോറീസ് ആൻഡ് വിസ്ഡം വിത്ത് ഈച്ച് അതർ. എല്ലാവർക്കും തമ്മിൽ എന്തെങ്കിലും കഥകളൊക്കെ പറയാൻ, അത് കേൾക്കാൻ ഉള്ള ഒരു സന്മനസ് ഉണ്ടാവണം മറ്റുള്ളവർക്ക്. എൻകറേജ് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഫോർ ഓൾ ഫാമിലി മെമ്പേഴ്സ്. ഓരോരുത്തരുടെ കാര്യവും വ്യക്തിപരമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹരിച്ചുകൊണ്ട് പോകണം. ഞാനൊരു വീട് വിസിറ്റ് ചെയ്തപ്പം ആ വീട്ടിൽ അവരുടെ സ്ഥിരമായ ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, രാത്രിയിലത്തെ ഭക്ഷണം ഒരുമിച്ചാണ് കഴിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ച് ഡൈനിങ്ങിൽ ഇരുന്നിട്ട് കഴിക്കും. അത് കഴിക്കുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ അന്നത്തെ ദിവസം ഉണ്ടായ ഒരു നല്ല കാര്യം ഓരോരുത്തരും ഷെയർ ചെയ്യും. നിർബന്ധമാണ്. ചെറിയ കുട്ടിയായ മുതലേ അവർ സ്കൂളിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും അർത്ഥമില്ലാത്ത കാര്യമായാലും പറയുമ്പോൾ അത് വലിയ കാര്യമായിട്ട് കേട്ട് എല്ലാവരും അത് സ്ഥിരമായ ഒരു പരിപാടിയായി ആ വീട്ടിലെ എല്ലാ ദിവസവും ആ ഡൈനിങ് ടേബിളിലെ പരിപാടി അതാണ്. അങ്ങനെ ആകുമ്പം ആ വീടൊരു ഊഷ്മള സങ്കേതമായി മാറും. ഹോം ഈസ് എ പ്ലേസ് യു ഗ്രോ അപ്പ് വാണ്ടിങ് ടു ലീവ് ആൻഡ് ഗ്രോ ഓൾഡ് വാണ്ടിങ് ടു ഗെറ്റ് ബാക്ക്. ഈ ടീനേജേഴ്സിന് ചിലപ്പം വീടൊരു ശല്യമായിട്ട് തോന്നാൻ സാധ്യതയുണ്ട്. അവർക്ക് എപ്പോഴും അക്കരപ്പച്ച, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൂടുതൽ, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ, മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. പക്ഷേ ഒടുവിൽ കുറെ കഴിയുമ്പോൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് വീട്. ബിൽഡിംഗ് Patience and forgiveness. ഫോർഗീവ്നെസ് കാണത്തില്ല, അത് ആ റിബൺ അതിന്റെ മുകളിൽ. ഈ നമ്മുടെ വീട് പണിയേണ്ടത് ഈ ഫോർഗീവ്നെസ് കൊണ്ടാണ് വീട് പണിയേണ്ടത്. റെസ്പെക്ട്, ഫോർഗീവ്നെസ്, ഇങ്ങനെയുള്ളത് കൊണ്ടാണ്. റോം വാസിന്റ് ബിൽറ്റ് ഇൻ എ ഡേ, ബട്ട് ദേ വെയർ ലേയിങ് ബ്രിക്സ് എവരി അവർ. ഓരോ ഇഷ്ടിക വെച്ചിട്ടാണ് ഒരു വീട്, അല്ലെങ്കിൽ റോം ഇതൊരു കോട്ടാണ്. ഒരു വീടുണ്ടാക്കാൻ ഓരോ ഇഷ്ടിക വെച്ചാണല്ലോ ഒരു വീടുണ്ടാക്കുന്നത്. അത് ഹോമായി കഴിയുമ്പം ആ ഇഷ്ടികകൾ പിന്നെ ഫോർഗീവ്നെസ്സും റെസ്പെക്റ്റും ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഇൻ അവർ ഹോം, പേഷ്യൻസ് ആൻഡ് ഫോർഗീവ്നെസ് ആർ ദ മെറ്റീരിയൽസ് ദാറ്റ് ഹോൾഡ് ദ സ്ട്രക്ചർ ടുഗദർ. നമ്മളുടെ വീട്ടിൽ ഏറ്റവും മുഴച്ചു നിൽക്കേണ്ടത് പേഷ്യൻസും ഫോർഗീവ്നെസ്സും ആയിരിക്കണം. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള പേഷ്യൻസും, എന്തെങ്കിലും ഒരു അബദ്ധം ആർക്കെങ്കിലും പറ്റിയാൽ അത് ക്ഷമിക്കാനുള്ള ഒരു ഫോർഗീവ്നെസ്സും, അത് മാത്രം മതി. ഇത് വല്യമ്മയുടെ ഒരു ബേസാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു പാത്രമായിരുന്നു വല്യമ്മയ്ക്ക്. അത് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടിപ്പോയി. കുട്ടി പേടിച്ച് നിൽക്കുകയാണ്. അപ്പോ വല്യമ്മ വന്നിട്ട് പറയാണ്, എനിക്ക് ആ പാത്രം പൊട്ടിപ്പോയത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാത്രമാണ്, പക്ഷെ ഈ പ്രിയപ്പെട്ട പാത്രത്തിനെക്കാട്ടും എനിക്ക് പ്രിയപ്പെട്ടത് നീയല്ലേ എന്ന് മോനോട് പറയുകയാണ്. അപ്പം അവന് മനസ്സിലായി ലവ് ഈസ് സ്ട്രോങ്ങർ ദാൻ മിസ്റ്റേക്സ്. അപ്പൊ അവന്റെ മനസ്സിൽ ഈ അമ്പലങ്ങളിൽ ഇങ്ങനെ കൊത്തുപണികൾ എത്രയോ കാലം മുമ്പ് കൊത്തുപണികൾ ഉണ്ടാക്കി വെച്ചത് അതേപോലെ ഭംഗിയിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അവന്റെ മനസ്സിൽ ക്രിയേറ്റ്സ് ആൻ അൺഷേക്കബിൾ ബോണ്ട് ജസ്റ്റ് ലൈക്ക് ദ ഇൻട്രിക്കേറ്റ് കാർവിങ്സ്
in ancient temples that withstand the test of time. ഒരു കാലവും ആ വല്യമ്മയുടെ ഫോർഗീവ്നെസ് അവന് മറന്നുപോയില്ല. അവനും മറ്റുള്ളവരോട് ഫോർഗീവ് ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണത്. A house is made with walls and beams. A home is built with love and dreams. Ralph Waldo Emerson. The Whispering Walls. ഒരു വീട്ടില് ഗൃഹനാഥൻ വൈഫിനെ എന്നും വൈകിട്ട് വല്ലാതെ വഴക്കുണ്ടാക്കും, അടിക്കുവോ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തതൊക്കെ ചെയ്യും. അങ്ങനെയുള്ള വീടുകളാണ് ആവറേജ് താഴെയുള്ള മിക്കവാറും വീടുകൾ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. The walls are not silent. They echo our habits to the next generation. അപ്പൊ ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ജൂണിൽ തീരെ വരാതിരുന്നപ്പോൾ ഞാൻ അവനെ അന്വേഷിച്ചു. അധികം ഒരു 10-14 വയസ്സേ ഉള്ളൂ, 9ാം ക്ലാസ്സിൽ. അപ്പം ഞാൻ അവനെ അന്വേഷിച്ചു, അവൻ എന്താ വരാത്തതെന്ന് അന്വേഷിച്ചപ്പോൾ അവൻ്റെ വീടിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ടീച്ചർ വരുന്നുണ്ട്. അപ്പം ഞാൻ ആ ടീച്ചറോട് പറഞ്ഞു വിട്ട് അവനെ വരുത്തിക്കൊണ്ട് കഴിഞ്ഞപ്പോൾ അവന് യൂണിഫോമും ഇല്ല, ഒന്നുമില്ല. എല്ലാം ഞാൻ കുറേ സംഘടിപ്പിച്ചൊക്കെ കൊടുത്ത് അവനെ ക്ലാസ്സിൽ ഇരിക്കാനും പ്രേരിപ്പിച്ചു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, അവൻ സ്ഥിരം വരുന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവൻ്റെ അച്ഛനോട് വരാൻ പറഞ്ഞു. അവൻ്റെ അച്ഛൻ വന്നപ്പോൾ അച്ഛന് എന്നോട് പറയുക, ഇനി ഇവൻ എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവനെ പിടിച്ച് ആ തോട്ടിൽ മുറിച്ചിടും. അതിൻ്റെ സ്കൂളിൻ്റെ പുറകിലൊരു തോടാ. ഞാൻ വിചാരിച്ചു ഇയാളെന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഇയാള് ഒഴിവാക്കിയതാണ്, ഞാൻ നേരെ ഞാൻ പിടിച്ചെടുത്തു. അപ്പൊ ഇനി എന്തെങ്കിലും കുരുത്തക്കേട് കളിച്ചാൽ ഞാൻ ഈ തോട്ടിൽ മുറിച്ചിടും. അപ്പൊ എനിക്ക് അയ്യടാന്നായിപ്പോയി. അപ്പനെ വിളിക്കണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. അവൻ മതി, അപ്പം വേണ്ടാന്ന് തോന്നിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ആ സ്കൂളിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് മാറി നിന്നു. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ കുട്ടീൻ്റെ അന്വേഷിച്ചു. അപ്പൊ അപ്പനൊരു വണ്ടി ആക്സിഡന്റിൽ മരിച്ചുപോയി. ആ കുട്ടിയുടെ സ്ഥിതി എന്നാന്ന് ചോദിച്ചപ്പം അങ്ങേര് ആയ കാലം മുഴുവൻ വീടിന് തീ കൊളുത്തലും ഫയർഫോഴ്സ് വരലുമായിരുന്നു കള്ളു കുടിച്ചിട്ട്. ഇപ്പം മകൻ അതേ പരിപാടിയാണെന്നാ പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. ഇപ്പം വീട്ടിൽ കണ്ടു പഠിക്കുന്ന കാര്യങ്ങൾ പിള്ളേർ ചെയ്യാതിരിക്കുകയില്ല. അപൂർവം കുട്ടികളെ കള്ളന്റെ മകൻ പോലീസാകുന്ന സിനിമയിലൊക്കെ കാണുന്ന പോലെ വളരെ അപൂർവം കുട്ടികളെ ആവുകയുള്ളൂ. അങ്ങനെ കൂടുതലും അപ്പനെ അനുകരിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈച്ച് പേഴ്സൺ മസ്റ്റ് ലീവ് ദർ ലൈഫ് ആസ് എ മോഡൽ ഫോർ അതേഴ്സ്. അതുകൊണ്ട് റോസ പാർക്സ് നമ്മൾ എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ ഇച്ചിരി ഗ്രോണപ്പായ ആളുകൾ പ്രത്യേകിച്ചും മോഡലാകാൻ, കുട്ടികൾക്ക് മോഡലാകാൻ നിർബന്ധമായിട്ട് മോഡലാകണം. Respect means honoring other people's boundaries and recognizing their right to make their own decisions and choices. അപ്പൊ കുട്ടികളായാലും എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ എടുത്താൽ അതിനോടൊക്കെ സപ്പോർട്ട് ചെയ്ത്, ഇനി അത് ശരിയല്ലെങ്കിൽ അത് മനസ്സിലാക്കി കൊടുത്ത്, അങ്ങനെയൊക്കെ ഒത്തിരി ശ്രദ്ധിക്കാനുണ്ട്. ഒട്ടും ശ്രദ്ധിക്കാതെ ആളുകൾ പെരുമാറുന്ന ഒരു സ്ഥലമാണ് വീട്. സെലിബ്രേറ്റിംഗ് ടുഗദർനെസ് ആൻഡ് ജോയ്. A temple is a place of celebration and community. Similarly, our homes should be spaces where joy and togetherness thrive. നമ്മൾ വീടുകളിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻസ് ഉണ്ടാക്കണം. എൻ്റെ കൂടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചറുടെ ഹസ്ബൻഡ് സാധാ ഒരു ഗവൺമെൻറ് സർവൻ്റാണ്. അങ്ങനെ ഒരിക്കലും വീട്ടിൽ നേരത്തെ വരില്ല. രാവിലെ വേണേൽ ഇച്ചിരി പതുക്കെ പോകുള്ളൂ, എന്നാലും നേരത്തെ വരില്ല. ടീച്ചർക്ക് ഭയങ്കര ആഗ്രഹമാണ് കുട്ടികളുടെ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ അങ്ങേരുടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഒരു ദിവസമെങ്കിലും ഓഫീസിൽ നിന്ന് ഇച്ചിരി നേരത്തെയൊക്കെ വരേണ്ടി വന്നാലോ, എന്തെങ്കിലുമൊക്കെ അങ്ങേരുടെ സെലിബ്രേഷൻസ്, സ്പെഷ്യൽ സെലിബ്രേഷൻസ് എന്തെങ്കിലും മുടങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ച് ടീച്ചറെ ഒരിക്കലും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ ചെയ്യാൻ സമ്മതിക്കില്ല. ടീച്ചറുടെ ഇഷ്ടത്തിന് ടീച്ചർ കുറേയൊക്കെ കുട്ടികൾക്ക് സന്തോഷമല്ലേ എന്ന് വിചാരിച്ച് ചെയ്യും. പക്ഷെ അങ്ങേര് സമയത്ത് വരില്ല. പിന്നെ വരാതെ ഇരിക്കുമ്പം അതൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ ആ ടീച്ചർക്കൊപ്പം ഒരു ആളോടും ബർത്ത്ഡേ വിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബർത്ത്ഡേ എന്ന് കേൾക്കാൻ തന്നെ താല്പര്യമില്ല. കുട്ടികളൊക്കെ വളർന്നു പോയി. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം വീട്ടിലുണ്ടാകുക. അങ്ങേര് പറയുക ഇതൊക്കെ ജാടയാണ്, ബർത്ത്ഡേ ആഘോഷിക്കുന്നതൊക്കെ ജാടയാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇതൊക്കെ ഒരുപാട് ആവശ്യമാണ്. അത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സെലിബ്രേഷൻസ് സന്തോഷം ഉണ്ടാക്കും. ആ സന്തോഷം വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത് നല്ലതാണ്. ദ മാജിക് തിങ് അബൌട്ട് ഹോം ഈസ് ദാറ്റ് ഇറ്റ് ഫീൽസ് ഗുഡ് ടു ലീവ് ആൻഡ് ഇറ്റ് ഫീൽസ് ഈവൺ ബെറ്റർ ടു കം ബാക്ക്.
അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് അങ്ങനെയുള്ള അവസരങ്ങളിൽ പിള്ളേർക്കാണേലും വീട്ടിലേക്ക് വരണം എന്നുള്ള ഒരു തോന്നല് വരാനുള്ള സാധ്യത. കെയറിങ് ഫോർ അവർ സീനിയേഴ്സ്, ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അകത്ത് സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസ് അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ സീനിയേഴ്സ്. അവർ വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പെർഹാപ്സ് ദ ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി വി ഹാവ്, those who walked before us have given so much and made possible the life we all enjoy. നേരത്തെ ജോൺ പവൽ, നമ്മൾ സീനിയേഴ്സിനെ വളരെ ശ്രദ്ധയോടെ പരിചരിക്കണം. കുട്ടികളെ നോക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ സീനിയേഴ്സിനെ നോക്കാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ സീനിയേഴ്സും വീട്ടിലുള്ളവർ ഒരു കാര്യം ചെയ്യണം, അവനവൻ്റെ കാര്യങ്ങൾ എപ്പോഴും അവനവൻ ചെയ്യുന്ന രീതിയിലും അവനവൻ്റെ ആരോഗ്യവും അവനവൻ്റെ മെൻ്റൽ സ്ട്രെങ്ത് എല്ലാം മെൻ്റലി ഫിസിക്കലി ഇമോഷണലി വളരെ നീറ്റായി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രദ്ധ സീനിയേഴ്സിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. അവരെ പരിഗണിക്കാനും അവരെ കെയർ ചെയ്യാനുമുള്ള ഒരു സന്നദ്ധത എല്ലാവരുടെയും പക്ഷത്തുണ്ടാവണം. അങ്ങനെ അതും ഒത്തിരി ആവശ്യമുള്ള കാര്യമാണ് വീടുകളിൽ. ഫാമിലി ട്രഡീഷൻസ്, വീടുകളിൽ എന്തെങ്കിലും ആഘോഷങ്ങളിൽ ആണ് ഇത് ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഘോഷങ്ങൾ നടത്താൻ പറ്റും. എന്തെങ്കിലും എന്താ പറയുക, ബർത്ത്ഡേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബർത്ത്ഡേ ആഘോഷങ്ങൾ, ഹോളിഡേ ഡിന്നർ, വീക്കിലി മൂവിക്ക് പോവുക, ആഴ്ചയിൽ ഒരു ദിവസം മൂവി കാണാൻ പോവുക, ഒരു പിക്നിക്ക് പ്ലാൻ ചെയ്യുക, ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നിച്ചെടുക്കുക. അപ്പം പിന്നെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കാൻ പറ്റും. കുക്കിംഗ് എ മീൽ ടുഗദർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ വീടുകളിൽ സ്ഥിരമായി ആഘോഷം, ഇപ്പോൾ ഒരു ആഘോഷം കാത്തിരിക്കുന്ന പോലെ ഒരു അവസ്ഥ വീടുകളിൽ ഉണ്ടാവും. അത് ഒത്തിരി നല്ലതാണ്. ഫാമിലി ട്രഡീഷൻസ് ഓൾഡ് ആൻഡ് ന്യൂ, വാട്ട് വർക്ക്സ് ഫോർ മീ may not work for you. The important thing is that we work together to make memories that will we create and sustain family traditions to provide love, service and value to each other. As we strengthen our family ties and raise responsible and considerate children. നമുക്ക് കുട്ടികളുടെ കാര്യമാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാവരുടെയും മാനസികമായ നോർമാലിറ്റി എപ്പോഴും പ്രധാനമാണ്. ഇതെല്ലാം എല്ലാവർക്കും നല്ലതാണ്. പിന്നെ അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് ക്ലെൻലിനെസ്. നമ്മൾ ക്ലെൻലിനെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ cleanliness and order are not matters of instinct, they are matters of education, and like most great things you must cultivate a taste for them. ക്ലീൻലിനെസ്സിനുള്ള ടേസ്റ്റ് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിലും യുവർ ബോഡി ഈസ് യുവർ ടെമ്പിൾ, കീപ് ഇറ്റ് പ്യുവർ ആൻഡ് ക്ലീൻ ഫോർ ദ സോൾ ടു റിസൈഡ് ഇൻ. അപ്പം നമ്മളുടെ ശരീരം നമ്മൾ വളരെ പവിത്രമായി സൂക്ഷിക്കുമ്പോൾ നമ്മൾ നല്ല ഭക്ഷണങ്ങളെ കഴിക്കുകയുള്ളൂ. നല്ല ഭക്ഷണങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന അത് വളരെ നിർബന്ധമാണ്. ഹൗ ടു കീപ്പ് എ ഹൗസ് ക്ലീൻ ഡെയിലി, മേക്ക് ദ ബെഡ്. കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് ഒരു ശ്രദ്ധയില്ലാതെ എഴുന്നേറ്റ് പോകുന്ന ഒരവസ്ഥയൊക്കെ പല സ്ഥലത്ത് കാണാം. എല്ലാം വൃത്തിയാക്കി ഇട്ട് വെക്കുന്ന, മേക്ക് ദ ബെഡ്, ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കുന്ന. ക്ലീൻ ഡിഷസ് ആഫ്റ്റർ മീൽസ്, അവരവർ കഴിച്ച പാത്രങ്ങൾ അവരവർ കഴുകാൻ നിർബന്ധമായി പഠിപ്പിക്കുക. പുട്ട് തിങ്സ് എവേ ആഫ്റ്റർ യൂസ്, നമ്മൾ ഉപയോഗിച്ച സാധനങ്ങൾ ഉപയോഗിച്ചെടുത്തിട്ടിട്ട് വരിക. ചിലപ്പോൾ ഒരു കുട്ടി, ചെറിയൊരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഡ്രസ്സായിരിക്കും എല്ലാ ടീപ്പോയുടെ മേലെയും കസേരയുടെ മേലെയും പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മേലെയും ഇപ്പം മാറ്റിയത് അവിടെ വെച്ചു, പിന്നെ മാറ്റിയത് ഇവിടെ വെച്ചു, അങ്ങനെ ഇതിലെല്ലാം വെച്ചിട്ട് പോകുന്നതൊക്കെ കാണാറുണ്ട്. പുട്ട് തിങ്സ് എവേ ആഫ്റ്റർ യൂസ്. വൈപ്പ് അപ്പ് ദ സ്പിൽസ് ആൻഡ് മെസ്, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും വീണ് പോയാലോ അപ്പം തന്നെ നമ്മളത് തുടയ്ക്കുക. സോർട്ട് ദ മെയിൽസ്, കത്തുകളൊക്കെ വേണ്ടത് എടുക്കുക, കളയുക. സ്വീപ്പ് ദ കിച്ചൺ ഫ്ലോർ, എപ്പോഴും അടിച്ചു വാരുക, കിച്ചൺ ഫ്ലോർ പ്രത്യേകിച്ചും. സ്ക്യൂസ് ദ ബാത്റൂം വാൾസ്, ബാത്റൂമൊക്കെ കഴുകി വൃത്തിയാക്കി ഇടണം. ഇപ്പം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ബാത്റൂമാണല്ലോ, അവരവരുടെ ബാത്റൂം ഓരോരും കഴിയാൻ മതിയല്ലോ. ത്രോ ഔട്ട് ദ ഗാർബേജ് കൂട്ടി വെക്കാതെ കളയുക. യുവർ ഹോം, യുവർ സിറ്റി, യുവർ ടൗൺ ആൻഡ് യുവർ സ്റ്റേറ്റ്
and your nation and the world should become like a temple. That cannot be done by building more temples. That can only be done by you being in touch with the divine. നമ്മുടെ ഓരോ വീടും ഇങ്ങനെ ടെമ്പിൾ പോലെ ആക്കിയാൽ ലോകം തന്നെ ടെമ്പിളായി. കൂടുതൽ ടെമ്പിളൊന്നും പണിയേണ്ട ആവശ്യമില്ല. ഹൗസ് റൂൾസ്, കുറച്ച് ഹൗസ് റൂൾസ് ആണ്. ഇഫ് യു ഓപ്പൺ ഇറ്റ് ക്ലോസ് ഇറ്റ്. ചില ആളുകൾ വാതിൽ തുറക്കും അടയ്ക്കൂല, അല്ലെങ്കിൽ അലമാരി തുറക്കും അടയ്ക്കൂല, ഫ്രിഡ്ജ് തുറക്കും അടയ്ക്കൂല. ഇഫ് യു ടേൺ ഇറ്റ് ഓൺ ടേൺ ഇറ്റ് ഓഫ്. നമ്മൾ ഓണാക്കിയ സാധനങ്ങൾ നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ ഓഫാക്കുക, വേറെ ആർക്കും അവിടെ ആവശ്യമില്ലെങ്കിൽ. ഇഫ് യു അൺലോക്ക് ഇറ്റ് ലോക്ക് ഇറ്റ്. നമ്മൾ കൂട്ട് തുറന്നത് നമ്മൾ കൂട്ടി വെക്കുക. ഇഫ് യു ബ്രേക്ക് ഇറ്റ് ഫിക്സ് ഇറ്റ്. ഇഫ് യു കാൺ ഫിക്സ് ഇറ്റ് കോൾ സമ്മൺ ഹു ക്യാൻ. ഇഫ് യു ബോറോ ഇറ്റ് റിട്ടേൺ ഇറ്റ്. ഇഫ് യു യൂസ് ഇറ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഇഫ് യു മേക്ക് എ മെസ് ക്ലീൻ ഇറ്റ് അപ്പ്. If you move it, put it back. If it belongs to someone else and you want to use it, get permission. If you don't know how to operate it, leave it alone. If it doesn't concern you, don't mess with it. ഇത് കുറച്ച് റൂൾസ് 12 ഞാൻ എടുത്തു വെച്ചതാണ്. ഫുഡ് ഹാസ് എ മാജിക്കൽ വേ ഓഫ് ബ്രിങ്ങിങ് അവർ ഫാമിലി ക്ലോസർ, ടേണിങ് ഓർഡിനറി മീൽസ് ഇൻ ടു എക്സ്ട്രാ ഓർഡിനറി മൊമെന്റ്സ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഭക്ഷണം കഴിക്കുന്ന ഒരു നിർബന്ധം. അതുപോലെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കുക, വർക്കുകളൊക്കെ പങ്കിട്ട് ചെയ്യുക. അവർ ഫാമിലി റൂൾസ്: തിങ്ക് അബൌട്ട് അതേഴ്സ്, കീപ് യുവർ പ്രോമിസസ്, ഷെയർ, സേ ഐ ലവ് യു, ലിസൺ ടു ഈച്ച് അതർ, ഡു യുവർ ബെസ്റ്റ്, സേ പ്ലീസ്, താങ്ക് യു ആൻഡ് എക്സ്ക്യൂസ് മീ. Tell the truth, laugh at yourself, hug often, use kind words, help each other, move and play every day, try new things, be grateful, dream big, respect one another, laugh out loud. ഇതൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് അത് ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, സമയം പ്രശ്നമാകുന്നുണ്ട്. The magic thing about home is that it feels good to leave and it feels even better to come back. നമുക്ക് പോകാൻ ഇഷ്ടമാണ് എവിടെയെങ്കിലുമൊക്കെ, പക്ഷെ തിരിച്ച് അത്രയും വേഗം എത്താനാണ് നമുക്ക് താല്പര്യം ഉണ്ടാകുക. എൻ്റെ ഫ്രണ്ട് അമേരിക്കയിൽ പോയി, തിരിച്ചുള്ള ടിക്കറ്റിലേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ആങ്ങളമാരുണ്ട്, അവിടെ നിന്ന് കുറേ മടുത്ത്. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ ഓമനെ ഇവിടെ അവിടെ എല്ലാം ഒരുപോലെ ഉണ്ട്, എനിക്ക് എങ്ങനെയും ഒന്ന് വീട്ടിൽ വന്നാൽ മതി, വരേണ്ട ദിവസമല്ലേ വരാൻ പറ്റുള്ളൂ. അത് ഞാൻ എപ്പോഴും ഓർക്കും, അതാണ് അതിൻ്റെ സത്യം. The ultimate luxury is being able to relax and enjoy your home. നമ്മുടെ വീട്ടിൽ റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ ലക്ഷറിയാണത്. ബന്ധത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ ഒറ്റപ്പെടണം. സ്നേഹത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ അനാഥരാകണം. ജീവിതത്തിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ മരണത്തെ മുഖാമുഖം കാണണം. ബന്ധങ്ങളും സ്നേഹവും ജീവിതത്തിൽ എന്നും കൂടെയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയൊരു സ്വർഗം വേറെയില്ല. ഇതൊന്ന് വായിച്ചേക്കാവോ സാറേ? ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വീടുകൾ വിശുദ്ധമായത് എന്ന പോലെ ആദരിക്കാം. അവയുടെ സ്നേഹവും ക്ഷമയും ലളിതമായ പ്രവൃത്തികളും നിത്യാഗ്രങ്ങളാക്കുക. നന്മയും കരുണയും നിങ്ങളുടെ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ വീടുകൾ ലോകത്തിന് പ്രചോദനമാകുന്നു ക്ഷേത്രങ്ങളാണ്. ഓക്കെ, താങ്ക് യു മാം. വളരെ മനോഹരമായ സെഷൻ. അപ്പൊ ഷെയർ ചെയ്തായിരുന്നു, അത് പോണില്ലല്ലോ. തീർച്ചയായിട്ടും അവസാനം പറഞ്ഞ പോലെ ബന്ധത്തിന്റെ വില അറിയണമെങ്കിൽ ഇന്ന് തുടങ്ങുന്ന ആ ഭാഗങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് നമുക്ക് ഒത്തിരി മെസ്സേജുകൾ നൽകും. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം പ്രത്യേകിച്ച് എങ്ങനെയാണ് നമുക്കൊരു സ്വർഗം സൃഷ്ടിക്കാം എന്നുള്ള ആ ഒരു മനോഹരമായ സെഷനിലെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ തുടങ്ങണം, എങ്ങനെയൊക്കെ തുടങ്ങണം, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ, അതെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് കൃത്യമായി മനസ്സിൽ ഓർമ്മിച്ച് വെക്കാൻ
പ്രത്യേകിച്ച് നമ്മുടെ യങ് ജനറേഷനെ കൃത്യമായിട്ട് മുന്നോട്ട് പഠിപ്പിച്ചു വിടാൻ ഉള്ള ഒരു വളരെ പ്രാധാന്യം ഉള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് ഇതിനെ കാണാം. ഓക്കെ, അപ്പം നമുക്ക് മനോജ് സാറിൽ നിന്ന് തുടങ്ങാം അല്ലേ? മനോജ് സാർ. ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ഞാൻ ഇതിൻ്റെ ആദ്യ ഭാഗത്തിൽ ഇന്ന് ഔദ്യോഗികമായിട്ട് ഇച്ചിരി ജോലിയുള്ള കാരണം എനിക്ക് മുഴുവൻ കേൾക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം സാർ, മുഴുവൻ കേട്ടവർ ആദ്യം പറയട്ടെ, അതിന് ശേഷം തീർച്ചയായിട്ടും ഞാൻ എവിടെ തൊട്ട് കേട്ട് തുടങ്ങിയോ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ പറയാം. എനിക്ക് വളരെ ഒരു സങ്കടവും തോന്നി. കാര്യം ഇത് ഇത്ര നല്ല ദ സൈക്കോളജി ഓഫ് ഹോം മേക്കിംഗ് ഓമന ടീച്ചർ ഈ സെഷൻ ശരിക്കും കേട്ട് കഴിഞ്ഞപ്പോൾ അത് പകുതി ഭാഗം ഞാൻ ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ എനിക്ക് വേറൊരു ജോലിയുടെ കൂട്ടത്തിൽ ചെയ്യേണ്ടതുകൊണ്ട് ഇത് വളരെ നല്ല സെഷനായിരുന്നു. ഞാൻ കേട്ട ഭാഗത്തു നിന്ന് തീർച്ചയായിട്ടും ഞാൻ പറയാം സാർ. വേറെ ആരെങ്കിലും പറഞ്ഞോട്ട് ഐ വിൽ കം ബാക്ക് അഗൈൻ. താങ്ക് യു. ഓക്കെ, ജോഷി സാർ റെഡിയായോ? അല്ലെങ്കിൽ രമാവതി മാം? ജോഷി സാർ റെഡിയാണോ? സാബു സാർ, എനിക്കെന്താ പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരക്കിലായിരുന്നു. സത്യം പറഞ്ഞാൽ അടുക്കളയിൽ ഇരുന്നിട്ടാണ് മക്കൾക്ക് അവിടെ ട്യൂഷൻ കൊടുക്കുന്നുണ്ട് മാത്സിന്റെ. ഈ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നഷ്ടമായിരുന്നു. അത്രക്കും നല്ലൊരു ക്ലാസ്സാണ്. കാരണം വീട് സ്വർഗം എന്ന് പറയുന്ന പോലെ തന്നെ വീട് അമ്പലം എന്നുള്ളതാണ് സാർ മേഡം പറഞ്ഞത്. എല്ലാവരും പറയും വീട് സ്വർഗമാണ്. വീട് സ്വർഗമാണ് മേഡം, അല്ലെങ്കിൽ വീട് അമ്പലമാണ്. അമ്പലത്തിന് സെക്കൻഡ് കൊടുത്തു. കാരണം അത് പറയുമ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതി പറഞ്ഞു. അതായത് ഷൂ പുറത്ത് ഊരി വെച്ചിട്ട് വേണം അകത്ത് കിടക്കാൻ വേണ്ടിട്ട്. അത്രയും പാവനമായിട്ടുള്ള പുണ്യമായിട്ടുള്ള സ്ഥലമാണെന്നുള്ള. അതിൽ പല കാര്യങ്ങളുണ്ട്. ഷൂ നമ്മൾ റോഡിൽ പോകുമ്പോൾ എവിടെയെല്ലാം ചവിട്ടുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞു ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യം. അത് ഐക്യം കൂട്ടി വളർത്തുന്ന രീതിയിലാണ്. കാരണം നമ്മുടെ വീടുകളിൽ പല സ്ഥലത്തും പോയിട്ടാണ് ആൾക്കാർ വരിക. കുട്ടികൾ സ്കൂളിൽ പോകും, അച്ഛൻ ഓഫീസിൽ പോകും, അമ്മ ഓഫീസിൽ പോകും. അങ്ങനെയെല്ലാം ആയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്കാണെങ്കിൽ സ്ട്രെസ് നല്ലോണം ഉണ്ടാവും. പക്ഷെ ആ ഭക്ഷണം, ഇഷ്ടമുള്ള ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ നമ്മൾ തമ്മിലുള്ള സംസാരം പറയാനുണ്ടാവും കുട്ടികൾക്കൊക്കെ. സ്കൂളിൽ നടന്ന കഥകൾ അത് ഷെയർ ചെയ്യാതിരിക്കുമ്പോഴാണ് അത് ഉള്ളിൽ കൂട്ടി വെച്ചിട്ട് ചിലപ്പോൾ വിഷമമുള്ള കാര്യങ്ങളായിരിക്കും. ഒരു പെൺകുട്ടീനെ ആൺകുട്ടി എന്തെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടാവും. അത് സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടാവും, പാരൻസിനോട് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. പക്ഷെ എല്ലാം തുറന്നു പറയണം എന്നുള്ള എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നും ഇത് പറഞ്ഞേ മതിയാവും എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും ഗുണം ചെയ്യാതിരിക്കില്ല. പിന്നെ പ്രായമുള്ളവരെ പറഞ്ഞത്, പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം എനിക്കതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്, പ്രായമുള്ളവര് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇപ്പൊ ടീനേജിന്റെ കാര്യത്തില് അവർക്കും കുറെ കാര്യങ്ങൾ അവരെ പറ്റിയിട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ നമ്മുടെ കുറെ ഫ്ലാഷ് ബാക്ക് പോലെ കുറെ പുറകോട്ട് പോയിട്ട് അവരെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. കണ്ട കാരണം അവരുടേതായിട്ടുള്ള സ്പേസ് കൊടുക്കണം. അതിൽ നമ്മൾ കയറി ഇടപെട്ടിട്ട് നീ എന്താ അങ്ങനെ ചെയ്തോന്ന്, അല്ലെങ്കിൽ അവരുടെ സംസാരത്തിലോട്ട് കടന്നു ചെന്നിട്ട്, അതായത് അവരെ പേരൻസും കുട്ടികളും സംസാരിക്കുമ്പോൾ അച്ചാച്ചൻ എന്നുള്ള രീതിയിൽ കടന്നു ചെന്നിട്ട് ഇടപെടാതിരിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്നുള്ള ഒരു അഭിപ്രായം എനിക്ക്. പിന്നെ വീടിന്റെ വീട് ഹൗസ് മേക്കിംഗ് എന്തായാലും വീട് നല്ല ഭംഗിയിൽ വെക്കണം എന്നുള്ളതാണ്. കുറച്ച് തിരക്കുള്ളതുകൊണ്ട് കുറച്ച് 1-2 മാസം എനിക്ക് അതിന്റെ ഒരു പോരായ്മ ഉണ്ടായിട്ടില്ലേ എന്നൊരു സംശയം ഇല്ലാതില്ല. പക്ഷെ ഏകദേശം ഞാനെല്ലാം ശരിയാക്കിക്കൊണ്ട് വരികയാണ്. തിരക്കുകൊണ്ടാണ് 1-2 ആൾക്കാരെ വിളിച്ചിട്ടൊക്കെ ശരിയാക്കിക്കൊണ്ട് വരികയാണ്. അത് കൂടാതെ നമ്മളിപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാത്തതുകൊണ്ടാണ് ജങ്ക് ഫുഡും പിന്നെ പുറത്തു പോയിട്ടൊക്കെ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത്. അവര് ഇഷ്ടമുള്ള ഭക്ഷണം വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അവർ പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ കുട്ടികളും കൊണ്ട് കൂട്ടിയിട്ട് ഔട്ടിങ്ങിന് ആഴ്ചക്കൊരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ചക്കൊരിക്കോ പോകുന്നത് വളരെ നല്ലതാണ്. പിന്നെ അവരെയും കൂടി കൂട്ടിയിട്ടുള്ള ചെറിയ യാത്രകൾ അത് നിർബന്ധമായിട്ടും ചെയ്യണം, എല്ലാവരും ചെയ്യണം. മാം ഇപ്പൊ പറഞ്ഞില്ലേ വീടുകളിൽ, അല്ലെങ്കിൽ ഞാനിപ്പം പിന്നെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാല് അത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല.
ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞ ഒരു വട്ടത്തിലുള്ള കുപ്പിയില് കാണാമോ? 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 ഇത് ഇങ്ങനെയുള്ള ഒരു എന്താ പറയണ്ട കറിവേപ്പിലാണത്. അടുക്കളയിൽ ഒരു വട്ടത്തിലുള്ള കുപ്പിയിൽ കറിവേപ്പില കുറച്ച് പറിച്ചു വെക്കും. അത് എൻ്റെ ഒരു പതിവാണ്. അത് വാടാൻ പാടില്ല. വാടാതെ അവിടെ തന്നെ കറിവേപ്പില എടുത്തിട്ട് കറിയിൽ ചേർക്കും. അത് ഒരു ഇഷ്ടം കൂടിയാണ്. അപ്പൊ നമ്മളെ വീട്ടിൽ നമ്മളെ സൗകര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്ത് തീർക്കാന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ഏതായാലും ഈ ക്ലാസ് നമുക്ക് മാത്രം, ഈ പ്ലാറ്റ്ഫോമിൽ മാത്രമല്ല സാബു സാർ, ഈ ക്ലാസ് സ്കൂളിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം. താങ്ക് യു സാർ. താങ്ക് യു മാം. താങ്ക് യു. പാവന ടീച്ചറെ. സാർ. ഓ കൊള്ളാം. ഞാൻ ആദ്യം തൊട്ട് തന്നെ കേട്ടിരുന്നു. എൻ്റെ മനസ്സിലൂടെ ധാരാളം ചിന്തകൾ കടന്നുപോയി. കാരണം വളരെ ചെറുപ്പത്തിലെ തന്നെ ഞാൻ ഈ യുവജനങ്ങൾക്കും അല്ലാത്തവർക്കുമായി ക്ലാസ് എടുക്കാൻ തുടങ്ങിയ ആളാണ്. ഒരു 10-20 വയസ്സായപ്പോൾ മുതൽ തന്നെ അതിന് പറ്റുന്ന പരുവത്തിലുള്ള ആളുകൾക്ക് തുടങ്ങി ഞാൻ എൻ്റെ ഒരു 55 വയസ്സ് വരെ യാത്ര ചെയ്യാൻ പറ്റിയ കാലം വരെയും ഞാൻ അങ്ങനെ തുടർന്ന ഒരാളാണ്. അപ്പോൾ ഒട്ടനവധി ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സ്വന്തം ജീവിതത്തിലുമൊക്കെ കാട്ടണം എന്നുള്ളൊരു ആവേശമൊക്കെ ഉണ്ടായിരുന്നു. കുറെ എല്ലാം പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ക്ലാസ്സിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ ആ ഇന്നലകളും പറഞ്ഞ കാര്യങ്ങളും നിലവിലിരിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുമായിട്ടൊന്ന് പൊരുത്തപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പറഞ്ഞതൊന്നും കൊച്ചു കാര്യങ്ങളുമല്ല, മോശം കാര്യങ്ങളുമല്ല, തള്ളിക്കളയേണ്ട കാര്യങ്ങളുമല്ല. എന്നാൽ വർത്തമാനകാല സാഹചര്യത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാനിരുന്ന് ചിന്തിച്ചു. അതുകൊണ്ട് നടക്കുകയില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യം വീടുകളിൽ ആളില്ല, വളരെ കുറച്ചാളുകൾ മാത്രം. ഞാനൊക്കെ അല്ലെങ്കിൽ ടീച്ചറ് നമ്മളെല്ലാവരും ജീവിച്ചു തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ വീടുകളിൽ ധാരാളം പേരുണ്ട്. ഇങ്ങനെ ആളെണ്ണം കുറയുമെന്നൊന്നും നമ്മളാരും എന്നിട്ട് ചിന്തിച്ചിട്ടുമില്ല. ഞാൻ ഏതായാലും ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. അതില് ഒരുപക്ഷെ അപ്പൻ ജോലി ഉണ്ടായിരിക്കും, ഇപ്പൊ അമ്മയ്ക്കും ജോലിയുണ്ട്. രണ്ടുപേരും വളരെ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പോകും. 5 മണി വരെ ഗവൺമെന്റ് ഓഫീസുകളുണ്ട്. പ്രൈവറ്റ് ഓഫീസുകളും അല്ലാത്ത ചില മേഖലയാണെങ്കിൽ അത് കഴിഞ്ഞും ആളുകൾ ഇരിക്കണം. അത് കഴിഞ്ഞ് ഇവർ യാത്ര ചെയ്ത് വീട്ടിൽ വരുമ്പോഴുണ്ടാകുന്ന സമയം. കുട്ടികൾ ഇന്ന് 7:30 മണി, ഞങ്ങളുടെ ഇവിടെയൊക്കെ 7 മണി തൊട്ട് സ്കൂൾ ബസ് വരും. ചങ്ങനാശ്ശേരി പോയി പഠിക്കുന്ന കുറെ അധികം പേരുണ്ട്. അല്ലാത്തവരും 7:30-8 കൂടിയൊക്കെ വീട്ടിൽ നിന്ന് പോകും. ഈ കുട്ടികൾ തളർന്ന് അവശരായി വരുന്നു. ഈ ഒരു കൊച്ച് അങ്ങേറ്റം 2 കൊച്ച്. ഇത് എവിടെയാണ് ഇത് തമ്മിൽ ഈ മുമ്പേ പറഞ്ഞ അനുസരിച്ച് ഈ വീട്ടിൽ ഇരുന്ന് ചർച്ച ചെയ്യാനും എല്ലാവരുടെയും ഈ അന്നുണ്ടായ അനുഭവങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാനും ഒക്കെയുള്ള അവസ്ഥ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഇന്നത്തെ സ്ഥിതിയിൽ അത് വളരെയധികം കുടുംബങ്ങളിലും സാധിക്കുമോ എന്നാണ് ഞാൻ ആശങ്കപ്പെടുന്ന ഒരു സംഗതി. പിന്നെ നമ്മുടെയൊക്കെ ബാല്യത്തിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും ഒന്നും വലിയ വിദ്യാഭ്യാസമോ വിവരമോ ബഹുഭൂരിപക്ഷത്തിനും ഇല്ലായിരുന്നുവെങ്കിലും അവർ പറയുന്നതൊക്കെ കേൾക്കാൻ സന്നദ്ധരായിരുന്നു. ഇന്ന് ഏത് കൊച്ച് എത്രമാത്രം ഇതൊക്കെ സ്വീകരിക്കും എന്നതിനെ സംബന്ധിച്ചും എനിക്ക് ചെറിയ ആശങ്കയില്ലാതില്ല. അവിടെയാണ് നമ്മൾ ഇതില് പാളിപ്പോകാനായിട്ട് അല്ലെങ്കിൽ ഇത് നടപ്പാകാതെ പോകുന്ന ചില കാര്യങ്ങൾ. സ്ത്രീയും ക്ഷീണതയാണ്, പുരുഷനും ക്ഷീണിതനാണ് ജോലി ചെയ്യുന്ന ആളുകൾ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വല്ല പ്രായം ചെന്നൊരു വീട്ടില് ഇരിപ്പുണ്ടെങ്കിൽ
അവരൊരു മൂലയ്ക്ക് അവരുടെ ലോകത്ത് അവര് ഒഴിഞ്ഞു കൂടുന്നു. ഇവരെയൊക്കെ ശ്രദ്ധിക്കാനും ഒരുപാട് കാര്യങ്ങളിലൊക്കെ വ്യാപൃതമാകാനും പലപ്പോഴും ആളുകൾക്ക് സാധിക്കില്ല. ഇതൊക്കെ ഞാൻ കണ്ട എൻ്റെ ചുറ്റുപാടുകൾ കണ്ട്. എൻ്റെ ഇവിടെ പിന്നെ വൃദ്ധരില്ല, ഞാനേ ഉള്ളു വൃദ്ധനായിട്ട്. ഒരു കൊച്ചുമുണ്ട്, അമ്മയുമുണ്ട്. എനിക്ക് എൻ്റെ വീട് ഉൾപ്പെടെ ഈ ചുറ്റുപാടുള്ള ബഹുഭൂരിപക്ഷം വീടുകളെ കുറിച്ചും ഞാൻ പെട്ടെന്ന് ഇതിലൂടെ എല്ലാം കടന്നുപോയി. ഇത് അവർക്ക് ആർക്കൊക്കെ ഇത് സാധിക്കും ഈ രീതിയിൽ എന്നതിനെ കുറിച്ചൊരു ആശങ്ക ബാക്കി നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആകാം ഈ പ്രഭാഷണങ്ങളും ക്ലാസ്സുകളും, നമ്മുടെ സൺഡേ സ്കൂളാകട്ടെ, അച്ഛൻ്റെ പ്രസംഗമാകട്ടെ, പണ്ടത്തെ ധ്യാനം അനുസരിച്ച് അങ്ങനെയൊന്നും ഇപ്പം ആളുകൾ ഇരുന്ന് കൊടുക്കാനൊന്നും തയ്യാറല്ല. അന്ന് ഒരു ദിവസം മുഴുവൻ ഇരുന്നുകൊണ്ട് ആളുകളെ പ്രഭാഷണം കേൾപ്പിക്കുകയാണ്. ആളുകളൊക്കെ വന്നിരിക്കും. ഇന്ന് അതെല്ലാം മാറ്റിയിട്ട് രാത്രിയിലാക്കി. അത് 5 മണി, 6 മണി, 7 മണിക്കൊക്കെ തുടങ്ങിയിട്ട് കഷ്ടിച്ച് 1 മണിക്കൂറൊക്കെ പറഞ്ഞ് എല്ലാ കൊല്ലവും നടത്തണമല്ലോ. അതിന്റെ പേരിൽ നടത്തുന്നത് പോലെ അതിൽ തന്നെ എത്ര പുരുഷന്മാർ പങ്കെടുക്കും. അപ്പൊ ഇതൊക്കെ കാലം വളരെ മാറിക്കഴിഞ്ഞപ്പോൾ അതനുസരിച്ച് അങ്ങ് ആളുകളെല്ലാം ഒരു പരുവത്തിനങ്ങ് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോഴും ഇതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതാണ്. എങ്ങനെ തിരിച്ചു പിടിക്കും? ഇതൊക്കെ നമുക്ക് ഈ സ്കൂളിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ നേരമുണ്ടോ? ഇപ്പോൾ സ്കൂളിൽ വേറെ എന്തെല്ലാം, ഇപ്പൊ ടീച്ചർ, ഞാൻ ആദ്യം കേട്ട സാഹചര്യത്തില് ഇനി ഒരാൾക്ക് ഇതിന് വരെ ഏത് ജോലിയാ ചെയ്യാൻ പറ്റുന്നത്? പിന്നെ ഗ്രാമസേവിക മുതൽ പിന്നെ ഇപ്പം അവസാനം നിയമോപദേഷ്ടാവും അല്ലെങ്കിൽ കൗൺസിലിങ്ങും സാമൂഹിക പ്രവർത്തനവും എല്ലാം. ഇത്രയും ജോലികളൊക്കെ ചെയ്തു ഒരുപാട് മുഖങ്ങൾ കണ്ടു. ഇതിൽ എത്ര പേരെ നമുക്ക് സ്വാധീനിക്കാനായിട്ട് സാധിക്കും? നമ്മുടെ ആരംഭകാലം, അവസാന കാലം, ഇപ്പൊ പ്രവർത്തിക്കുന്ന കാലം, ഈ റീഡിങ് വളരെ പ്രധാനപ്പെട്ടാന്ന് തോന്നുന്നു. ഇത് എങ്ങനെ നമുക്ക് നടപ്പാക്കാൻ പറ്റും? അതായിരിക്കണം നമ്മുടെ ഇനിയുള്ള ആളുകളിൽ കുറെയെങ്കിലും പ്രാവർത്തികമാക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളായിരിക്കട്ടെ. ഏതായാലും ഞാൻ ശുഭാപ്തി വിശ്വാസി തന്നെയാണ്. ഇതേപോലെയുള്ള ക്ലാസ്സുകൾ ഇരുന്ന് തരാൻ, അത് കേട്ടിട്ട് ഒന്ന് പ്രാവർത്തികമാക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലോ എന്ന് വിചാരിക്കാവുന്നവർ തന്നെ എത്ര പേരുണ്ടാവും എന്നൊക്കെയുള്ള ആശങ്കകൾ എൻ്റെ മുമ്പിൽ ബാക്കി നിൽപ്പുണ്ട്. എന്നിരുന്നാലും ടീച്ചറ് ഇതിനെക്കുറിച്ച് വളരെ ആഴമായി ഭദ്രമായും ചിന്തിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പുസ്തകമായിട്ടും അല്ലെങ്കിൽ ആളുകളുടെ മുമ്പിൽ ചെറിയ ലീഫ്ലെറ്റുകളായിട്ടും ഒക്കെ ഇറക്കിയാൽ ആരെങ്കിലും ഒക്കെ വായിച്ചിട്ട് എവിടെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് നല്ലതാണെന്നും ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും ശ്രമം, ഉദ്യമം ഒന്നും പിന്നെ നഷ്ടപ്പെടുത്തരുത്, വേണ്ടെന്നും വയ്ക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് പരിശ്രമിക്കാം. ഈ ഉദ്യമത്തിന്, ഇന്നത്തെ ഈ മനോഹരമായ ക്ലാസ് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, ഇനി ആരാളുള്ള? ജോർജ് സാർ. ശുദ്ധോദന സാർ. സാർ. സർ, ഞാൻ വന്നോട്ടെ? പറയൂ ഡോക്ടർ, പറയൂ. ഞാൻ ക്ലാസ് കേൾക്കായിരുന്നു. അതെ, ടീച്ചർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ടോ? അപ്പൊ അതില് ഈ മൈ ഹോം എന്നൊരു ചിന്ത തിരിച്ചു വന്നിരിക്കുന്നു. അതില് മനോഹരമായ ഹോം ചിത്രങ്ങളാണ് ടീച്ചർ നിർദ്ദേശിച്ചതൊക്കെ. അപ്പൊ അതില് ഒരു ഐഡിയൽ ഹോം സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഈ ഒരു കാര്യം, നമ്മുടെ വീടെന്നുള്ളതിനേക്കാളേറെ ഇപ്പൊ ഫാമിലി എന്നുള്ളതിനേക്കാളേറെ പാർപ്പിടമായിട്ട് മാറിയിട്ടുണ്ട്. മോഡേൺ ആളുകൾക്ക് പാർക്കാനുള്ള ഒരു ഇടം മാത്രമായിട്ട് മാറി. അത് ടെമ്പിളാക്കി മാറ്റാനോ ആരാധനാലയം എന്നുള്ള അർത്ഥത്തിലോ അല്ലെങ്കിൽ ഒത്തുകൂടുന്ന സ്ഥലമോ എന്നുള്ളതൊക്കെ മാറിയിട്ട് ഉറങ്ങാനെത്തുന്ന ഒരു സ്ഥലമായിട്ട് മിക്ക വീടുകളും ഇപ്പൊ മാറിക്കഴിഞ്ഞിരിക്കുന്നു.
കാരണം അതിൽ ഈ ഇപ്പോൾ പാലക്കാടാണെങ്കിൽ വൈഫ് തൃശ്ശൂരിൽ ജോലി ചെയ്യുന്നു, ഹസ്ബൻഡ് കോയമ്പത്തൂരിൽ ജോലി ചെയ്യുന്നു. 7 മണിക്ക് തൃശ്ശൂരിനുള്ള ബസ് പിടിച്ച് പോകുന്നു, ഹസ്ബൻഡ് കോയമ്പത്തൂരിലേക്ക് പാഞ്ഞു പോകുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് രാത്രി 8:30 9 മണിക്ക് ഇവരൊക്കെ എത്തിക്കൂടുന്നു. പിന്നെ ഉറങ്ങാനുള്ള ഒരു ഇടം ആയിട്ട് മാറും. ഇപ്പോൾ ഈ പുതിയൊരു ട്രെൻഡ് ഇപ്പോൾ കാണുന്നത്, ഒരു ദിവസത്തെ അവധി കിട്ടിയാൽ ഉടനെ ഔട്ടിങ്. ഈ ഡൈൻ ഔട്ട് മാത്രമല്ല, പുറത്തങ്ങ് പോയി കളയാ, ഈ വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. അത് കൂടുതലും ഇഷ്ടപ്പെടുന്നത് ഭാര്യമാരാ. കാരണം ഈ വീട്ടിലെ ഈ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഈ പാത്രം കഴുകലും വീട് വൃത്തിയാക്കലും ഒക്കെ, ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഭാഷ പറഞ്ഞ പട്ടിപ്പണി എന്ന് പറഞ്ഞ പോലെ, പട്ടിയൊന്നും പണി ചെയ്യില്ലെങ്കിൽ അങ്ങനെ പറയാറുണ്ട്. എൻ്റെ നടു ഒടിഞ്ഞു പോയി. ഒരു അവധി ദിവസം അവധിയെ വേണ്ടായിരുന്നു. എല്ലാ ദിവസവും ഉടുത്തൊരുങ്ങി അങ്ങ് ഓഫീസിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ചു വന്ന് ഉറങ്ങിയാൽ മതിയല്ലോ. വരുന്ന വഴിക്കൊരു പാഴ്സൽ സ്വിഗ്ഗി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പാത്രം കഴുകുകയും വേണ്ട. എന്തൊരു രസമാണ്, പാത്രം കഴുകണ്ട, ഈ പാക്കിംഗ് മെറ്റീരിയൽ ഡിസ്പോസ് ചെയ്താൽ മതി എന്നുള്ള ഒരവസ്ഥയിലേക്ക് മോഡേൺ. അപ്പോൾ ടീച്ചർ പ്രസന്റ് ചെയ്ത വീടൊക്കെ എൻ്റെയൊക്കെ കുടുംബത്തിലെ പോലെ പണ്ടത്തെ ഒരു വീടിൻ്റെ മാതൃകാ ചിത്രമാണ്. അച്ഛൻ വരുന്നു, അപ്പോൾ അവിടെ ഒരു രസമുള്ളത്, ഞങ്ങളും 8 മക്കളും അമ്മയൊക്കെ കൂടെ ചിരിച്ച് മറിഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് അച്ഛൻ എന്ന ഭീകരൻ വന്ന് കയറുമ്പോഴത്തേക്ക് എല്ലാവരും നിശബ്ദരായി, എല്ലാവരും അവരവരുടെ പുസ്തകമൊക്കെ എടുത്ത് വായിച്ച പോലെയൊക്കെ അഭിനയിച്ച് ഞങ്ങളൊക്കെ വീടിൻ്റെ പല മാളങ്ങളിലേക്ക് പോയി ഒളിക്കും. കാരണം ഈ അദ്ദേഹം ഭീകരൻ വന്നു കഴിഞ്ഞാൽ ഉടൻ നമ്മുടെ കുറ്റവിചാരണകളും അവിടെ ഈ ബക്കറ്റ് മറിഞ്ഞു കിടന്നതും പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗ്രഹനാഥൻ വന്ന് നിരീക്ഷിക്കുന്നത്. എന്തൊക്കെ അവിടെ ചീത്ത പറയാനുണ്ടെന്നൊക്കെയുള്ള നോക്കട്ടായിരുന്നു. പഴയ അച്ഛന്മാരുടെ രീതിയാണത്, നമ്മളെയൊക്കെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ അമ്മ പറയും, എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് നിന്റെ അച്ഛനിങ്ങ് വരട്ടെ കാണിക്കുക. അപ്പോൾ അച്ഛൻ വരാതെ വൈകിയാൽ വളരെ സന്തോഷമാണ്. കാരണം അച്ഛൻ വരുമ്പോഴത്തേക്ക് ഉറങ്ങിയതുപോലെ അഭിനയിച്ചൊക്കെ കിടന്നിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. കാരണം അന്നത്തെ പകല് കാണിച്ച വികൃതിക്ക് നിന്റെ അച്ഛനിങ്ങ് വരട്ടെ, ഞാൻ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു കുടുംബമൊക്കെ ആയിരുന്നു പണ്ടത്തെ അതൊക്കെ. അത് ഈ പറഞ്ഞ പോലെ. ഇനി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. എൻ്റെ മോളൊക്കെ നല്ല സ്കൂളിലും ഒക്കെ പഠിച്ച സമയത്ത് ഒരു ദിവസം അവള് ഞാനും വൈഫും കൂടെ ഇരിക്കുമ്പോൾ എൻ്റെ മോള് പറഞ്ഞ്, ആ ഹെലനയുടെ അച്ഛനും അമ്മയൊക്കെ എത്ര നല്ലതാണെന്ന് ചോദിച്ചു. എന്താന്ന് കാര്യം ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, വൈകുന്നേരം ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഉടനെ ഹെലനയുടെ അച്ഛൻ ടൗണിൽ പോയി ഐസ്ക്രീം മേടിച്ചു കൊണ്ടുവരും. ഇവിടെ നമ്മുടെ അച്ഛനോട് പറഞ്ഞാൽ പറയാം, ഐസ്ക്രീം പല്ല് കേടുവരുമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തരില്ല, തൊണ്ട വേദനിക്കുമെന്നും പറഞ്ഞ് വാങ്ങിത്തരില്ല. അപ്പോൾ ഹെലനയുടെ അച്ഛനും അമ്മയും പോലെ ഒരു നല്ല അച്ഛനെയും അമ്മയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് എൻ്റെ മോളൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ മാഡം പറഞ്ഞ ആ ഒരു വാക്കില്ലേ, ഈ അച്ഛനെയും അമ്മയും കുറച്ചുകൂടെ നല്ലത് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും പല പിള്ളേർക്കും തോന്നിപ്പോയിട്ടുണ്ട്. നമുക്ക് തോന്നിയിട്ടില്ലെങ്കിൽ അത് നമ്മൾ കള്ളത്തരമാണ്, നമ്മളൊരു ഹിപ്പോക്രസിയാണ് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലേ? നമ്മൾ അച്ഛനെ എൻ്റെ അമ്മയുടെയൊക്കെ കൈ പിടിച്ച് ബസ്സിലൊക്കെ ഇടിച്ചു കയറി പോകുമ്പോൾ നമ്മുടെ കൂട്ടുകാരി ഒക്കെ കാറിൽ പോകുന്ന കാണുമ്പോഴത്തേക്ക്, ആ അച്ഛൻ്റെ അമ്മയുടെയും കുട്ടിയായിട്ടൊക്കെ ജനിച്ചിരുന്നെങ്കിൽ എന്നൊരു കുഞ്ഞു മനസ്സിന് തോന്നിപ്പോയാൽ കുറ്റമാണ്? ഒരിക്കലും ആണെന്ന് തോന്നുന്നില്ല. അതിനേക്കാളും വേറൊരു രസകരമായ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സ്പേസ് ഫോർ സെലിബ്രേഷൻ. ഇപ്പൊ വീടുകളല്ല സെലിബ്രേഷൻ, ചെറിയ കാര്യം ബർത്ത്ഡേ ആണെങ്കിൽ നമ്മൾ റിസോർട്ടിലേക്കോ അല്ലെങ്കിൽ ഒരു മറ്റൊരു സ്ഥലത്തേക്ക് നമ്മുടെ അവിടെ ഓർഡർ ചെയ്താൽ മതി. ഫോൺ ചെയ്തിട്ട് നമ്മൾ 12 സീറ്റ് അപ്പം വരുന്നു, അത് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മൾ അവിടെ ചെന്നിരിക്കുന്നു, അവിടെ കേക്ക് കൊണ്ടുവന്ന് അവർ പ്രസന്റ് ചെയ്യുന്നു, നമ്മളത് കട്ട് ചെയ്ത് എല്ലാവരും കുറച്ചു നേരം ഇരുന്ന് വർത്തമാനം പറയുന്നു. അവിടെ കൊണ്ടുവച്ച് ഭക്ഷണം മങ്ങിയ വെളിച്ചത്തിലിരുന്ന് കഴിച്ച് ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഈ സപ്ലയറോട് തന്നെ നമ്മൾ പറയുന്നു. ഇത് ഭവനങ്ങളിൽ നിന്ന് ആഘോഷങ്ങളും ഈ ചെറിയ ഫങ്ഷൻസ് പോലും പുറത്തു പോയി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സെലിബ്രേറ്റിംഗ് ഔട്ട്സൈഡായിട്ട് മാറിപ്പോയി. പിന്നെ വേറൊരു കാര്യമുണ്ട് ഓമന മാഡം, എനിക്കൊന്ന് ഒച്ചത്തിൽ അലറി വിളിക്കണം. ഞാൻ ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനൊക്കെ ഇരുന്നപ്പോൾ ദേഷ്യം വന്നിട്ട്, പക്ഷെ യൂണിയൻകാരൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കട്ടപ്പുകയാവും. അപ്പോൾ എന്ത് ചെയ്യും? വീട്ടിൽ വന്നിട്ടാണ് ഞാൻ എൻ്റെ ഈ രോഷപ്രകടനം. മാഡം പറഞ്ഞ പോലെ വീട്ടിൽ വന്നിട്ട് പ്രാർത്ഥന പോലെ വന്ന് കയറുകയും എന്താണ് പ്രിയതമേ ഇന്നത്തെ കറി എന്ന് ചോദിക്കാനും ഒന്നും കഴിയില്ല. നമ്മുടെ രോഷം എവിടെങ്കിലൊക്കെ ഒന്ന് പ്രകടിപ്പിക്കണ്ടേ? അപ്പൊ ഇത്തിരി അതേപോലെ നമുക്ക് ഒരു എന്താ പറയാ, ഇൻഹിബിഷൻ ഇല്ലാതെ പെരുമാറാനുള്ള ഒരിടം കൂടെയാണ് ഭവനം എന്നൊക്കെ എനിക്കത് തോന്നിപ്പോയിട്ടുണ്ട്. ഒന്ന് അലറി വിളിക്കണമെങ്കിലും, പിന്നെ നമുക്ക് ഒന്ന് ഒച്ചയിടണമെന്നൊക്കെ തോന്നിയാലേ, ഇപ്പോൾ ഓഫീസിൽ ഒച്ചയിടാൻ പറ്റുമോ?
പിയൂണിനോട് പോലും ഒച്ചയിടാൻ പറ്റില്ല. കാരണം NGO യൂണിയന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പിയൂൺ എൻ്റെ ഓഫീസിലെ. അയാളുടെ അടുത്ത് കാണാൻ ഒച്ചയിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെ അടുത്ത് ഞാൻ പോകുമ്പോഴത്തേക്ക് ഇയാൾ അവിടെ കസേരയിലിരിക്കും. എന്നിട്ട് മിനിസ്റ്ററോട് പറയും, എന്താ ഇയാളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ വിനീത വിധേയനായിട്ട് ഓഹച്ചാനിച്ച് നിൽക്കണം. പക്ഷെ ഒരു വിഷമമില്ല. എൻ്റെ കൂടെ തൊട്ടപ്പുറത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയും അതേപോലെ നിൽപ്പുണ്ടായിരുന്നു ആ സമയത്ത്, ഈ യൂണിയൻ നേതാവ് വിളിച്ചപ്പോൾ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഈ മക്കളും അമ്മയും സന്തോഷിച്ചൊക്കെ വർത്താനം പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയും. ഇപ്പോഴത്തെ ടീനേജ് പെൺപിള്ളേരൊന്നും അമ്മയെ ഇഷ്ടമല്ല അവർക്ക്. നോക്കിയിട്ടില്ലേ മാഡം? അമ്മ എന്ന് പറഞ്ഞാൽ ഒരു കാശിന് കൊള്ളാത്ത, ഏത് യുഗത്തിലാണ് ഈ അമ്മ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒക്കെ ഇങ്ങനെ ഒരുപാട് തലമുറയൊക്കെ അങ്ങോട്ട് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ ഒരു സിമ്പിൾ ചോദ്യം കൂടെ നമ്മൾ അച്ഛനെയും അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ സാധാരണ ഒരാളിനോട് അടുത്ത ജന്മത്തിൽ ഈ ഭർത്താവ് മതിയോ ഒന്ന് ചോദിച്ചാലേ നെഞ്ഞിൽ കൈ വെച്ചിട്ട് എത്ര പേര് പറയും ഈ കോന്തൻ തന്നെ അല്ലെ ഈ കാന്തൻ തന്നെ എനിക്ക് മതി എന്ന് പറയോ? ഇപ്പൊ ബൈക്കിലേ പോകുന്നുള്ളൂ. കുറച്ചുകൂടെ നല്ലൊരു ആളിനെ കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒരു ഹാൻഡ്സം ആയിട്ടുള്ള ആള് കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒരു ഉയരം കിട്ടിയ ആള് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നിപ്പോവില്ലേ? എൻ്റെ ഭാര്യയ്ക്ക് തോന്നിയിട്ടുണ്ട്, എന്നേക്കാൾ ഇത്രയും കൂടെ ഒരു ഉയരമുള്ള ഒരു ഭർത്താവ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ. ഞാനത് ഈ കിഞ്ചന വർത്താനത്തിലെ അങ്ങനെ കേട്ടതാണ്. അപ്പൊ എന്തായാലും ഒരുപാട് ചിന്തകൾ ഉണർത്താൻ പറ്റിയ ഒരു ടോക്കായിരുന്നു. സൈക്കോളജി ഓഫ് ഹോം മേക്കിംഗ് എന്ന് പറയാവുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ വീട്ടിലെ അച്ചടക്കത്തെ പറ്റി പറഞ്ഞത് വളരെ നല്ലതായി. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഷൂ അഴിച്ചിട്ട് ഒരെണ്ണം തെക്കോട്ട് ഒരെണ്ണം വടക്കോട്ടും സ്കൂൾ ബാഗ് എടുത്ത് ഒരെണ്ണം സിറ്റ് ഔട്ടിലെ ചെയറിലേക്കും വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന വഴിക്കൊക്കെ അഴിച്ച് തുണിയൊക്കെ എറിഞ്ഞിട്ടൊക്കെ പോകുന്നതും ഒക്കെ. അത് പക്ഷേ ഈ പിള്ളേരങ്ങ് പോയി കഴിഞ്ഞ് ബാംഗ്ലൂർ എൻ്റെ മോളും പേരക്കുട്ടികളും പോയി കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്തു വെക്കുമ്പോൾ ഭയങ്കര ഒരു സുഖമാണ്. അവരുടെ കുഞ്ഞുടുപ്പൊക്കെ എടുത്ത് അവിടെ ഇവിടെ ഈ എടുത്ത് ബഹളമില്ലാത്ത വീട് ആയിട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അത് കുറെ ബഹളമൊക്കെ വെക്കട്ടെ, പക്ഷെ ഈ പറഞ്ഞ പോലെ ആരാധനാലയം പോലെ എല്ലാവരും അങ്ങ് മുറുക്കി പിടിക്കുന്ന, എല്ലാവരും പ്രാർത്ഥനാ നിർഭരരായിരിക്കുന്ന ഒന്നിനേക്കാളേറെ എന്തായാലും ക്ലാസ് ഒരുപാട് ചിന്തകൾ ഉണർത്താൻ പറ്റി നമ്മൾ മുതിർന്നവർക്കെല്ലാം തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം ശരിയെന്നറിയാം, പക്ഷെ എനിക്ക് ചിലപ്പോൾ ഒന്ന് ഒച്ചത്തിൽ വിളിക്കാനൊക്കെ തോന്നും. ഔട്ട്സൈഡ് മൈ ഹൗസ് ഐ ആം എ ജെന്റിൽമാൻ, റെസ്പെക്റ്റഡ് ബൈ എവരിബഡി. എല്ലാവർക്കും ആ ഡോക്ടർ എന്തൊരു നല്ല ആദരവ് അർഹിക്കുന്ന ആളെന്നൊക്കെ തോന്നും. പക്ഷെ ദേഷ്യം വന്ന് ഞാൻ വീട്ടിൽ കിടന്ന് അലറും കേട്ടോ. അതിപ്പോ അച്ഛനെ കണ്ടു പഠിച്ചായാലും ആരെ കണ്ടു പഠിച്ചായാലും നോ ഡൗട്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ബഹളം ഉണ്ടാക്കണം. അല്ലെങ്കിൽ ഇല്ലേ രസതന്ത്ര സിനിമയിൽ നമ്മുടെ ഇന്നസെന്റ് ഒഴിഞ്ഞ പറമ്പിൽ ചെന്നേച്ച് ആ ചെക്കനൊരു പെണ്ണാണേന്ന് വിളിച്ച് പറഞ്ഞതുപോലെ എവിടെ പോയെങ്കിലും ഒന്ന് പറയണ്ടേ ഇത്? സോ ഞാൻ എൻജോയ്ഡ് യുവർ ക്ലാസ് ആമന ടീച്ചർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ജോർജ് സാർ എത്തിയോ? തോമസ് അച്ഛൻ? ഓക്കെ, ജോർജ് സാർ. ഹായ്, താങ്ക് യു സാബ് സർ. അവന ടീച്ചറെ ഒത്തിരി സന്തോഷം. ടീച്ചറിന്റെ ക്ലാസ്സിന് എന്നും പുരോഗമന ആശയങ്ങൾ നിറഞ്ഞിരിക്കും. നമ്മുടെ ഇന്നാളൊരു ക്ലാസ്സിൽ ഡ്രൈവിങ്ങിന്റെ കാര്യങ്ങൾ, ഡ്രൈവേഴ്സിനെ ഒന്ന് അവെയർ ആക്കാൻ, നമ്മളെങ്കിലും ഒന്ന് അവെയർ ആകുന്നത് പോലെ ഒത്തിരി നല്ലൊരു ക്ലാസ്. എന്നതുപോലെ തന്നെ ഇന്ന് എനിക്ക് ഇങ്ങനെ തോന്നി, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കേൾക്കുന്നവരൊക്കെ ഇതിനോടൊക്കെ പൊരുത്തപ്പെടുന്ന ഈ മൂല്യബോധമുള്ളവരും ഈ ചിന്താഗതികളോടെ വളർന്നു വന്നവരും അതൊക്കെ ഒന്ന് പോളിഷ് ചെയ്ത് ഭംഗിയാക്കാനായിട്ട് ക്ലാസ് വളരെ സഹായമായിരുന്നു. പക്ഷെ നമ്മളുടെയൊക്കെ ഭാവനയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ വരും തലമുറകളെ, ഇടം തലമുറയോട് ഇതൊക്കെ പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ ജീവിതത്തിലൊക്കെ ശ്രമിക്കുമ്പോൾ ഇവിടെ മുന്നേ ജോഷി സാർ മറ്റേ പറഞ്ഞ പോലെ എത്രത്തോളം പ്രായോഗികമാണ്. പണ്ടൊക്കെ നമ്മൾ വളർന്നു വന്നപ്പോൾ ചുരുങ്ങിയത് ഒരു കുടുംബത്തിൽ 3 തലമുറകളെങ്കിലും ഉണ്ടായിരുന്നു. ഇന്നത് പോയിട്ട് യങ്സ്റ്റേഴ്സ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ വാസസ്ഥലം ഏറെക്കുറെ കണക്കാക്കിയിട്ടാണ്. അഥവാ ഉണ്ടെങ്കിൽ അവരും അവരുടെ മക്കളും, അല്ലെങ്കിൽ ആ സമയമാകുന്ന വരുന്നേക്ക് 2 തലമുറകളാണ് ഇന്ന് പരമാവധി ഏത് കുടുംബത്തിലും കാണാൻ സാധ്യതയുള്ളൂ. 3-ാം തലമുറ പെട്ടവരുണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോം, അതല്ലായെങ്കിൽ മറ്റെന്തെങ്കിലും പാരലൽ സംവിധാനം, അത് തന്നെയായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. പക്ഷേ ഒരു കാര്യം സത്യമാണ്, അത് നമ്മളിങ്ങനെ തട്ടി ഉണർത്തുന്നത് എനിക്കും തോന്നിക്കൊണ്ടിരുന്നിട്ടാണ്. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഞാൻ ഈ ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ.
നമ്മൾ എന്താ അഡ്വാൻസ് കൂടുതൽ കൊടുത്തിട്ടാണോ കേരളത്തിൽ ജനിക്കാൻ ഇടവന്നത്? ആ ഒറീസയിലോ ആ സോമാലിയയിലോ എല്ലാം ജനിക്കാതിരിക്കാൻ എന്താ കാരണം എന്നൊക്കെ ഞാനും ഇങ്ങനെ ചില വേദികളൊക്കെ കിട്ടുമ്പോൾ ഒക്കെ പ്രയോജിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു വികൃതി അല്ലെങ്കിൽ ഒരു ദാനം, വലിയൊരു ഭാഗ്യം തന്നെയാണ്. സ്വർഗത്തിൽ തന്നെ ജനിച്ചു സ്വർഗത്തിൽ തന്നെ വളരുന്നവരാണ് സത്യത്തിൽ നമ്മളൊക്കെ, പ്രകൃതിയുടെ ദാനം കൊണ്ട്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മൾ നരകം സ്വയം ഉണ്ടാക്കി അതിൽ തന്നെ കടന്ന് കുറ്റിയടിച്ച് അതിൽ കെട്ടിയ പശുവിനെ പോലെ നമ്മൾ തന്നെ കെട്ടി തിരികി നാം തന്നെ തുണി ചുറ്റി അതിൽ പന്തം കെട്ടി തീ വെച്ചിട്ട് പൊള്ളിച്ച് നടക്കുന്നവരെന്നും പറഞ്ഞ ഒരു 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 പത്തിശകളും ഇങ്ങനെ ഓർമ്മ വരിക. എന്നതുപോലെ ഒരു സ്ഥിതിവിശേഷത്തില് നമ്മൾ ഈ ജീവിതത്തെ ഒരു 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 ദുർഗതിയിലേക്ക് കൊണ്ടുപോയി നടക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചറിവില്ലാതെ ഈ കുങ്കുമം കഴുത കുങ്കുമം ചുമക്കുന്നു അതിന്റെ സുഗന്ധം അറിയാതെ എന്നതുപോലെ എന്ന് പറയുന്ന പോലെയുള്ള ഒരു 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 ജീവിതഘട്ടത്തിൽ കൂടെ പോകുന്ന ഈ ശ്രോതാക്കൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു 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 ഈ ലൈറ്റ് ഹൗസിൽ ഒരു ലൈറ്റ് കൂടെ ഓമന ടീച്ചർ തെളിച്ചു വെച്ചു. എന്താണ്? ഈ ഭൂമിക്ക് പ്രകാശം കുറച്ചുകൂടെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ. ആ പ്രകാശം പരക്കട്ടെ. തീർച്ചയായിട്ടും ഇതൊക്കെ എന്തായാലും നമ്മുടെ യൂട്യൂബിൽ കിടക്കുന്നതൊക്കെ ഒത്തിരി പേര് കാണുന്നുണ്ടാകും എന്നാണ് ഞാനും കരുതുന്നത്. പലതുമൊക്കെ ഞാൻ പോലും മറിച്ചു നോക്കാറുണ്ട്. അപ്പോൾ യാദൃശ്യമായി നോക്കുന്നവരും അതിനോട് ബന്ധപ്പെട്ട് കിട്ടാവുന്ന സൈറ്റുകൾ പലതല്ലേ. അങ്ങനെ ഒത്തിരി പേർക്ക് വെളിച്ചം വീശാൻ ഇടയാകട്ടെ. എന്തായാലും ഇനിയും ഇത്തരത്തിലുള്ള പുരോഗമന ചിന്താഗതികൾ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുവരണം. കാത്തിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് മാം. താങ്ക് യു സോ മച്ച്. രമാവതി മാം പറഞ്ഞോ. ഞാൻ പറഞ്ഞു ഒന്നും കൂടി കൂട്ടിച്ചേർക്കാം സാർ. അതായത് പണ്ടെല്ലാം ഇപ്പൊ സുധാകരൻ സാറ് പറഞ്ഞ പോലെ ഇപ്പം കുട്ടികള് ഷൂ എന്ന സ്ഥലത്ത് സിറ്റൗട്ടിൽ വരുന്നു. പണ്ടും കുട്ടികള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ബ്രദേഴ്സ് എല്ലാം ഷർട്ടെല്ലാം ബട്ടണെല്ലാം ഊരി വീട്ടിലെത്തുമ്പോ അത് കയ്യിലുണ്ടാവും ആ ഷർട്ട്. എന്തിനാന്ന് പറഞ്ഞാല് ആ യൂണിഫോം മാറ്റിയിട്ട് വേറൊരു ഷർട്ട് ഇട്ടിട്ട് ഓടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് കൂട്ടുകാരുടെ കൂടെ. അന്നേരം വഴിക്കുന്ന തന്നെ ഊരിയിട്ട് എല്ലാ ബട്ടണും ഊരിയിട്ട് കയ്യിൽ വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഷർട്ട് കയ്യിലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പറ്റുന്നില്ല. കാരണം വാനിൽ ഇട്ടിട്ട് കൊണ്ടുപോവാണ്. ഇത് നീ പോകുന്ന വണ്ടിയാണ്, ഇത് നീ ക്രിസ്ത്യനാണ്, നീ പോകുന്ന വണ്ടി ഇത് ഹിന്ദു ആണ്, ഇത് നീ മുസ്ലിം ആണ്, നിന്റെ യൂണിഫോം ഇതാണെന്നുള്ള രീതിയിലാണ് ഇപ്പൊ കുട്ടികൾ പോകുന്നത്. അത് വേറെ. പിന്നെ പണ്ടത്തെ കുട്ടികൾ എന്ന് പറയുമ്പോ ഒരു പ്ലാവിന്ന് ചക്ക പറിക്കുന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ എല്ലാവരും ആ ചക്ക പ്ലാവിന്റെ അടുത്ത് നിന്ന് അത് പറിച്ചു. ഒരു വള്ളി ട്രൗസർ ഇട്ട ഒരു വലിയ കുട്ടി അത് ഇവിടെ ചുമല് വെച്ച് കൊണ്ടുവന്നു, അത് മുറിച്ചു. എല്ലാരും കൂടിയിട്ട് അതിന്റെ പരിപാടിയിലാണ്. എന്നിട്ട് അത് കറി വെച്ചിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പഴുത്ത ചക്കയാണെങ്കിൽ വലിഞ്ഞിട്ട് കഴിക്കുക. അതുപോലെ ഒരു മുരിങ്ങച്ചപ്പ് തോരൻ വെക്കണമെങ്കിൽ ആ മുരിങ്ങാച്ചപ്പ് കൊണ്ടുവന്നിട്ട് അത് മുറത്തിൽ ഇതിലിട്ടിട്ട് അതെല്ലാരും കൂടി സഹകരിച്ചിട്ട്, അവിടെയൊക്കെ സഹകരണം ഉണ്ടായിരുന്നു. പക്ഷെ ആ സഹകരണമാണ് ഇപ്പൊ മാറിയിട്ടുള്ളത്. അത് മാറിയതിന് ഒരു കാരണം ടീനേജിന്റെ ചെറിയൊരു പ്രശ്നം എനിക്ക് പറയാനുള്ളത്, അമ്മമാര് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്. കാരണം പണ്ട് അച്ഛൻ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അച്ഛനെയാണ് പേടിയെങ്കിൽ ഇപ്പൊ ഒരു +1 എത്തിയാല് +1 മുതൽ ആ ആൺകുട്ടികളെ വീട്ടിൽ പേടിക്കുന്നത്. ഓ അവനുണ്ട് അവിടെ, അല്ലെങ്കിൽ അവനെന്തെങ്കിലും പറയും, ഓ അവന് കറി വിളമ്പിയോ, അല്ലെങ്കിൽ അവന് കഷ്ണം, അങ്ങനെയാണ്. പക്ഷെ പണ്ട് അങ്ങനല്ല. പണ്ട് അച്ഛനെ മാത്രമേ പേടിക്കുന്നുണ്ടായിരുന്നു. അതന്നെ വേറൊരു പോരായ്മ ഞാൻ കാണുന്നത്, ഒരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ ശരിക്കും ഫ്രണ്ട് മുറിയിൽ സൗകര്യപ്രദമായിട്ട് സ്ഥലത്ത് മേശയിട്ട് വെക്കണം. അതിന് പകരം അവനത് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവന് തോന്നിയ പോലെ കളിക്കാൻ കൊടുത്താൽ ഇനി പറയുന്ന പോലെ വീടുകളിൽ എല്ലാവരും ഒരേ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് തോന്നുന്ന പോലെ അവനെ എന്തെങ്കിലുമൊക്കെ ഇതിൽ നിന്ന് കാണാൻ പറ്റുന്നൊക്കെ കണ്ടിട്ട് പഠിക്കുന്നത് കുറച്ച് സമയം പഠിച്ചിട്ട് പിന്നെ ആരോ അങ്ങായിട്ട് ചാറ്റ് ചെയ്തിട്ടൊക്കെ വരും. അങ്ങനെ ഒരു പോരായ്മ ഉണ്ട് അതില്. ശരി സാറേ.
തോമസ് അച്ഛൻ കേൾക്കാമോ? ഓക്കെ ഓക്കെ മാം, താങ്ക് യു. അപ്പോൾ ഒരു പുതിയ ഹോം മേക്ക് ചെയ്യാനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാണ്. ഇനി നമ്മളത് അപ്ലൈ ഞാനൊന്ന് ചെയ്യാം. എല്ലാം ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ ഇടയ്ക്ക്. yes. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയായിരുന്നു. അത് സമയം ഒത്തിരി എടുക്കുമെന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ അകത്തുനിന്ന് ഒഴിവാക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഞാൻ ജോഷി സാറ് പറഞ്ഞതും ശുദ്ധോധന സാറ് പറഞ്ഞതും കൂടെ ആലോചിച്ചപ്പം നമ്മുടെ വീട്ടിലെ സാഹചര്യം ഇപ്പൊ 7 മണിക്ക് അമ്മ പണിക്ക് പോകുന്നു, അച്ഛൻ ലേറ്റ് ആയിട്ട് വരുന്നു, അതൊക്കെ ഓക്കെയാണ്. അത് അങ്ങനെ അല്ലാതെ ഇപ്പം ജീവിക്കാൻ നിവൃത്തിയില്ലല്ലോ. അത് കുട്ടികൾക്ക് മനസ്സിലാവും. നമ്മുടെ ഉള്ളിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അത് കുട്ടികൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഒരു ദിവസം അവധി കിട്ടുമ്പോൾ എല്ലാവരും കൂടി വീട്ടിലൊരു ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. പുറത്ത് പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലാ ആഴ്ചയും നമ്മൾ പോവുകയല്ലോ. അപ്പൊ ഒരു ദിവസം എല്ലാവരും കൂടി ഉള്ള ദിവസം എല്ലാവരും കൂടെ കൂടി ഫുഡ് ഉണ്ടാക്കും, എല്ലാവരും കൂടെ കൂടി വീട് ക്ലീൻ ചെയ്യും, എല്ലാവരും കൂടി എല്ലാം ചെയ്യുമ്പോൾ അതിനൊത്തിരി സംഗീതമുണ്ട്. അത് പിന്നെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നതാണെന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള ബോധവും ബുദ്ധിയൊക്കെ ഉണ്ട്. ആത്മാർത്ഥതയോടെ ആണെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കും. അത് ബാക്കി സമയം ഇവർക്ക് ഒന്നിച്ച് ചെലവാക്കുമ്പോൾ അതങ്ങ് കോമ്പൻസേറ്റ് ചെയ്യാനേ ഉള്ളൂ. കിട്ടുന്ന സമയം, ഒരുമിച്ച് കിട്ടുന്ന സമയം പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. അത് അച്ഛനും അമ്മയും ഒരേ ശ്വാസത്തിൽ നിൽക്കണം. അച്ഛൻ പറയുമ്പോ അമ്മ എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പം നീ ബോഡി എവിടെ നിന്ന് പറയുന്ന ഒരവസ്ഥ. പിന്നെ ഒച്ചയിടുക എന്ന് പറയുന്നത് ഇവരെല്ലാം വന്ന് ഒച്ചയിടുന്നത് വൈഫിനോടല്ലേ? അതല്ലേ കുട്ടികൾ കേൾക്കുന്നത്. ഒച്ചയിടാൻ വേണ്ടി ഒച്ചയിടുന്നത് അല്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള കുറെ അവസ്ഥകൾ ഒഴിവാക്കാൻ ശ്രദ്ധിച്ചാൽ പറ്റുമല്ലോ. ഇപ്പൊ ഓഫീസിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടായി, വീട്ടിൽ വന്ന് ഭാര്യനെ ചീത്ത പറയേണ്ട കാര്യമില്ല. അതിന് നല്ലത് ഇന്നസെന്റ് ചെയ്തത് തന്നെയാണ്. താങ്ക് യു സർ. സാറേ, ഞാൻ എല്ലാവരും പറഞ്ഞു ശേഷം പറയാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഓമന ടീച്ചർ നിർത്തിയിടത്തു നിന്ന് ഞാൻ തുടങ്ങുകയാണ്. ഞാൻ കേട്ടത് ഓമന ടീച്ചർ പറഞ്ഞ് നിർത്തിയത് ഞാൻ വായിക്കാവുന്ന. ഓക്കെ, നമ്മുടെ വീടുകൾ വിശുദ്ധമായതുപോലെ ആദരിക്കാം. അവിടെയുള്ള സ്നേഹവും ക്ഷമയും ലളിതമായ പ്രവൃത്തികളും നിത്യയാഗങ്ങളാകുമ്പോൾ, നന്മയും കരുണയും നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ നമ്മുടെ വീടുകൾ ലോകത്തിന് പ്രചോദനമാകുന്ന ക്ഷേത്രങ്ങളാകും. കറക്റ്റാണോ മാഡം ഞാൻ വായിച്ചത്? എനിക്ക് സത്യം പറയാം, ഇന്നത്തെ മാഡത്തിൻ്റെ ഈ ടൈറ്റിലടക്കം എന്ന് പറഞ്ഞ സബ്ജക്റ്റിലടക്കം ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് പകുതി ഒരു മൂഡിലായിട്ട് കയറി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നമ്മുടെ ഈ ജനറേഷൻ ഇരിക്കുന്ന, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഇപ്പോൾ യങ് ജനറേഷനൊക്കെ കുറിച്ചൊക്കെ അവർ ശരിയാകുന്നില്ല എന്നുള്ള പരാതികളൊക്കെ ഞാനിവിടെ കേട്ടു. ശരിക്കും അതിനു പറയാനുള്ളത്, ഇപ്പോൾ ദേഷ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, സ്നേഹത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇത് നമ്മളോട് തന്നെ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ദേഷ്യത്തിൻ്റെ കാര്യമൊക്കെ അതുപോലെ അല്ലേ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതും കേട്ടു, ഓക്കെ ശരിയാണ്. നമ്മൾക്കാരും ഈ ലോകം അത്ര കോംപ്ലക്സിറ്റി നിറഞ്ഞാണല്ലോ. ഈ പുറം ലോകത്തു നിന്നാണ് നമുക്ക് കിട്ടാനുള്ള ശരങ്ങളെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മോചനം ഇല്ലല്ലോ. സോ വാട്ട് യു വിൽ ഡു? ഓഫീസിൽ പോകുന്നു, വീട്ടിൽ വരുന്നു, യാത്ര ചെയ്യുന്നു, ഇവിടെ നിന്നെല്ലാം നമുക്ക് ഈ ഭൗതിക ലൗകിക കാര്യങ്ങളിൽ കിട്ടുന്ന എല്ലാ ശരങ്ങളും ഒന്നുപോലും നല്ലതല്ലല്ലോ കിട്ടുന്നത്. നല്ലതുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും അതിൽ കൂടെയൊക്കെയുള്ള ഒരു പതിൽ കൂടെ പോയാൽ ശരിക്കും പറയാൻ എനിക്ക് തോന്നുന്നത് ആദ്യം നന്നാവേണ്ടത് നമ്മൾ തന്നെയാണ്. എങ്കിലേ കുട്ടികളും നന്നാവുള്ളൂ. ഈ യങ് ജനറേഷൻ അടക്കം തെറി പറയുന്ന പല മാതാപിതാക്കളും ഞാൻ കണ്ടു. എനിക്ക് അവരോടൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹതാപമാണ്. കാര്യം അവർ വീട്ടിൽ ഈ പറയുന്ന പോലെ പിള്ളേർ പറയാൻ കൊള്ളാത്ത ഭാഷയാണ് പറയുന്നത്. പിള്ളേരോട് യാതൊരു തരത്തിലുള്ള ഒരു സമീപനവും ഇല്ല. അതുകൊണ്ടൊക്കെയാണ് അവർക്ക് ഇവരോട് വെറുപ്പ്. ഈ പിള്ളേർ പറയുന്നത് എല്ലാം തെറ്റാണെന്നൊന്നും നമുക്ക് ഈ കാലത്ത് വാദിക്കാൻ പറ്റത്തില്ലല്ലോ. ദേ ആർ ബോൺ ഇൻ ടു ദിസ് ജനറേഷൻ. അവരുടെ കുറ്റമാണോ? മാഡം പറഞ്ഞത് പോലെയാണ്, നമ്മൾ ഈ വീട്ടിൽ തന്നെ ജനിച്ചത്, അല്ലേ ഈ യുഗത്തിൽ പറഞ്ഞ എന്താണ്, ഇറ്റ് ഈസ് ഔട്ട് ഓഫ് അവർ കൺട്രോൾ. നമ്മുടെ ടൈം ലൈനിൽ വന്ന നമ്മുടെ പാസ്റ്റിൽ നിന്നും
നമ്മുടെ സഞ്ചിത കർമ്മയിൽ നിന്നൊക്കെ വന്ന ജന്മം എടുത്ത ഒരു ചെറിയ റോളേ ഉള്ളൂ. പോകും നമ്മളും, ഇല്ലേ? ഇതൊക്കെ അടുത്ത ആൾക്ക് കൊടുക്കണമെന്ന് എനിക്ക് മാഡം പറഞ്ഞ സ്പിരിച്വാലിറ്റിയിലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മാഡം പറഞ്ഞ കാര്യങ്ങളെല്ലാം. എനിക്കെന്തോ അതിനോടൊരു ആഭിമുഖ്യം ഉള്ളത് കൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മളും പറയുന്നു സമയം ഒട്ടുമില്ല. ഒരു നേരമെങ്കിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും കഴിക്കുമ്പോൾ പിള്ളേരുടെ കൂട്ടിരുന്ന് കഴിക്കാൻ പോലും ആർക്കാ സമയമില്ല? പിള്ളേർക്കല്ല, നമുക്ക് സമയമില്ലെന്ന്. സമയത്തെക്കാളും താല്പര്യമില്ല സർ. താല്പര്യമില്ല. യെസ്. നമ്മൾ അതാണ്. ഈ വലിയ പ്രായമായവരൊക്കെ കുഞ്ഞുങ്ങളെയും പിള്ളേരെയും ഒരുപാട് കുറ്റപ്പെടുക. അതിന് കുറച്ചൊരു വേണം, അവർ കുരുത്തക്കേടൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശരിക്കും ഇപ്പം എന്നെ ഒന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മകൻ ശരിക്കും അവന് 25 വയസ്സേ ഉള്ളൂ. ഞാൻ കാണിച്ച കുരുത്തക്കേടുകളുടെ 4 പോലും അവൻ കാണിക്കുന്നില്ല. ഞാൻ എന്നെ അനലൈസ് ചെയ്ത് പറയാം, ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. അപ്പോഴോ അവൻ എവിടെ വരെ പോകുമെന്ന്, എന്തൊക്കെ കുരുത്തക്കേട് കാണിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. ആരും ഇതുവരെ ഒരു ഉപദേശം പോലും കൊടുത്തിട്ടുമില്ല സത്യം പറയാം. അപ്പം നമ്മൾ ഈ ആദ്യം നമ്മളിൽ തന്നെ ഇതൊക്കെ ഉണ്ടാവണ്ടെന്നുള്ളതും അപ്പം അതൊന്നും ഇല്ലാതെ ശരിയാണ്, കാലഘട്ടത്തിൻ്റെ വ്യത്യാസമുണ്ട്, ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാടാണ്. പക്ഷേ മാഡം പറഞ്ഞതിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്തുകൂടെ? ഞാനെപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, എ സിംഗിൾ സ്റ്റെപ്പ് മേക്സ് ദി 1000 ജേർണി എന്ന് വിശ്വസിക്കുന്ന. ശരി, ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്യൂ. ഒറ്റ പ്രാവശ്യം മതി. ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ കിട്ടത്തുള്ളായിരിക്കും. ഇറ്റ്സ് ഇനഫ്. ഈ പിള്ളേർക്ക് വേണ്ടി നമ്മളൊന്ന് പ്രിപ്പയർ ആവാറുണ്ട്. നമ്മൾ അവരെ കാത്തിരിക്കുകയാണ്. അവർക്ക് ചിലപ്പോൾ അവരുടെ പഠിത്തം കാണും, ജോലി കാണും, ഇതൊക്കെ ശരി. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ പിള്ളേർ കുരുത്തക്കേട് കാണിക്കുന്നതും കെട്ടുന്നതുമൊക്കെ മാതാപിതാക്കളുടെ ശരപഞ്ചരങ്ങളേറ്റാണ് പലരും ഇത് കാണിക്കുന്നത്. പിള്ളേരെ അല്ല, എത്രയോ ഉണ്ട് അമ്മമാർ, എത്രയോ പിള്ളേരെ കെട്ടിത്തൂക്കിയിരിക്കുന്നു. അവരെല്ലാം കെട്ടിത്തൂക്കിയത് ഇത് കാരണം, ഈ ഉപദേശങ്ങൾ, നല്ല ഉപദേശം അവർക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന എല്ലാം ശരിയാകണമെന്നും നമ്മൾ കൊടുക്കുന്ന ഈ ഗീതോപദേശങ്ങളെ ശരിയാണെന്നും വാദിക്കുന്നവർ നമ്മളാണ് മാഡം, അല്ലേ? അല്ല സർ, ഉപദേശം കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് അവർ കാണുന്നുണ്ട്. യെസ്. ശരിക്കും എത്ര ഭീകരനായ അച്ഛനാണെങ്കിലും, അച്ഛൻ അത്ര ആത്മാർത്ഥത ഇല്ലാത്ത ആളാണെങ്കിൽ കുട്ടികൾ അങ്ങനെ ഉള്ളുകൊണ്ട് പേടിക്കൊന്നുമില്ല, പുറമെ അഭിനയിക്കുള്ളൂ. തീർച്ചയായിട്ടും മാഡം ഒരു ഉദാഹരണം പോലും പറഞ്ഞു. ഒരു മാഡത്തിന്റെ സ്കൂളിലെ ഒരു പയ്യന്റെ, ആ പയ്യനും അതുപോലെ ആയില്ലേ? അല്ലേ? ഇപ്പൊ എനിക്ക് അവനെ പറ്റി അറിയത്തില്ല, അന്വേഷിക്കാൻ ഒരു പേടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഡിറ്റോ തന്നെ ആണ് മക്കൾ, അല്ലെങ്കിൽ ആയിരിക്കും. നമ്മളെ ഒരു കോപ്പിയാണ് പിള്ളേർ, ഒരു ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞ മാതിരി. പലതും പഠിക്കുന്ന വീട്ടിൽ തന്നെയല്ലേ മാഡം? അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ സാറേ, സമയം പോവോ? എൻ്റെ തൊട്ട വീട്ടില് ഒരു അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളാണ്. അങ്ങേര് ഗൾഫിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ആദ്യം താമസിച്ച വീടിന്റെ തൊട്ട വീടാണ്. ആ കുട്ടികൾ 2 പേര് ചെറിയ പിള്ളേരാണ്. അപ്പൊ അവരെ ഞാനിങ്ങനെ എന്നും പോലെ കാണുന്ന പിള്ളേരാണ്. അപ്പൊ ആ പയ്യൻ അത്ര വലിയ സ്മാർട്ടൊന്നും അല്ലായിരുന്നു. പക്ഷെ അവനൊരു ടീനേജ് വന്നപ്പോ എന്തുകൊണ്ടോ ഈ അപ്പൻ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പം ഒരു വണ്ടി ഉണ്ടായിരുന്നു, അവനെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു. എന്നിട്ട് അവനെ ഒരു സൈഡിലിരുത്തി, അപ്പനെ ഇപ്പുറത്തെ സൈഡിലിരുത്തി ഓടിച്ച് എവിടെയെല്ലെങ്കിലും ഒക്കെ പോകും. ഈ പോകുന്ന സമയത്ത് അപ്പൻ ഇവനോട് ചെവി പറയുന്നത് എന്നാന്നറിയാമോ? ഉമ്മായുടെ, മുസ്ലിമാണ്, ഉമ്മായുടെ മുഖം കറക്കാൻ നീ ഇടവരുത്തരുത്. ഒരിക്കലും ഉമ്മയുടെ മുഖം കറക്കാൻ നീ ഇടവരുത്തരുത്, ഒരിക്കലും ശ്രേയസ് ഉണ്ടാകില്ല. ഇതാണ് ഇയാൾ എപ്പോഴും പറയുന്നത്. വീട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി അമ്മയോട് എന്ന് പറയും, അവളോട് എന്ന് പറയും, അവന് നീ പുറത്തു കൊടുത്ത് മര്യാദയ്ക്ക് അവനോട് പെരുമാറുക കേട്ടോ, ചെറുതല്ലേ, സാരമില്ല എന്നൊക്കെ പറയും. അങ്ങനെ ഇവരെ തമ്മിൽ അടുപ്പിക്കലായിരുന്നു ഇയാളുടെ ഫുൾ പണി. ആ ടീനേജ് സമയത്ത് അയാൾ ഇവിടെ തന്നെ ഉണ്ട്. എന്ത് നല്ലോണം നന്നായെന്നറിയോ ആ പയ്യൻ. കല്യാണം കഴിച്ചു, പിന്നെ നല്ല ജോലി ആയി ഗൾഫില്. എന്ത് നന്നായിട്ടാ വീടും പെങ്ങളെ അമ്മയെ അപ്പനെ എല്ലാം നോക്കുന്നത്. നമുക്കും ഗുണമാണ് കേട്ടോ. കല്യാണം കഴിച്ചപ്പോൾ എനിക്കും ഒരു സാരി വാങ്ങിക്കൊണ്ട് തന്നു. എപ്പോഴും വരുമ്പോൾ എനിക്ക് പേനയൊക്കെ കൊണ്ടുതരും. എന്ത് നന്നായി ആ പയ്യന്. ആ ചെറുപ്പത്തിൽ ഒരു പതുങ്ങിയ സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി നല്ല സ്മാർട്ട്, നല്ല പയ്യൻ. അത് ആ രക്ഷിതാക്കളുടെ പിന്നെ ആ ഒരു പ്രവർത്തികളൊക്കെ വളരെ പ്രധാനം. അയാൾക്ക് അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, പക്ഷെ ഞാൻ നോക്കിയിട്ട് വലിയ ഉദ്യോഗസ്ഥന്മാരൊന്നും കുട്ടികളോട് ഇത്രയും നന്നായിട്ട് പെരുമാറുന്ന ഞാൻ കാണുന്നില്ല. അത് ഔദ്യോഗിക ജീവിതത്തിൽ ഓഫീസിലെ കാര്യം മാഡം പറഞ്ഞത് വളരെ
വളരെ ശരിയാണ്. കാര്യം ഇപ്പം ഈ നമ്മുടെ ഈ ജോലി എടുക്കുന്ന സ്ഥലത്തൊക്കെ പോലും ഈ നമ്മുടെ താഴെയുള്ളവരോടൊക്കെ നമ്മൾ വളരെ മോശമായിട്ടാണ് പെരുമാറുന്നതും നമ്മൾ ചൂടാവാറുണ്ട്. നമുക്ക് കിട്ടുന്നുണ്ട്, നമ്മുടെ ബോസ് നമ്മളെ തെറി പറയുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ അത് നമ്മൾ ഓക്കെ. പക്ഷേ ഞാൻ ഇപ്പം ഇതൊക്കെ ഒരു അവയർനെസ് ഉണ്ട്. ഞാനിവിടെ ആരെയും പറഞ്ഞതിനെ ഒന്നും എതിരോ പറയുകയോ അല്ലെങ്കിൽ അതിനെ ഖണ്ഡിച്ച് പറയുകയോ എല്ലാം പറഞ്ഞത് 100% ശരിയാണ്. തലമുറയുടെ കാര്യം പറഞ്ഞതും നമുക്കിതിന് സമയമില്ല എന്നുള്ളതൊക്കെ ജോഷി സാറടക്കം ഡോക്ടർ സുധൻ സാറൊക്കെ അടക്കം പറഞ്ഞ വെരി ട്രൂത്ത്, അത് സത്യമാണ്. ഞാൻ അതിനൊന്നും ഖണ്ഡിക്കുകയാണെന്നുള്ള തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടാകില്ല എന്നൊരു ക്ഷമാപണത്തോടുകൂടിയാണ് ഞാൻ പറയുന്നത്. എങ്കിലും ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ, ചെറിയ ഉള്ളതിന്. ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ പറഞ്ഞ് ഒരു സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ വേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ മാഡം പറഞ്ഞു എന്താണ് പേഷ്യൻസ് ഫോർഗീവ്നെസ് ഒക്കെ പറഞ്ഞതുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇത് നമ്മൾ ആദ്യം നമ്മളിതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുമോ? ഓക്കെ, നമുക്ക് കുറച്ചൊക്കെ ഒരു ഈ കാലത്ത് വേണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ടുള്ള മുനിമാര് ചെയ്തതിനേക്കാൾ വലിയ ഉഗ്ര തപസ് ചെയ്തെങ്കിലേ നമ്മൾ ആദ്യം നന്നാവുള്ളൂ. കാലം അതാണ്. സോ യു ബി പ്രിപ്പയർഡ്. ആദ്യം നന്നാവേണ്ട ഞാൻ 100% അത് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ്. ഈ ലോകത്ത് പലതും കാണും, മായയായിട്ട് കാണുന്നതൊക്കെ നമുക്കെതിരാണ്. നമ്മൾ പലതും ഞാൻ ഒരു മതത്തിനെയും അധിക്ഷേപിച്ചും പറയില്ല. ആരാധനകളിൽ പോലും ആരാധനകളിലെ കാര്യങ്ങൾ എടുക്കൂ. പാപം ചെയ്തതിനെക്കുറിച്ചും അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ള റോങ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് അവിടെയൊക്കെ ഇപ്പം പഠനം. ഞാനൊരു മതത്തിനും എതിരല്ല, അതിനെക്കുറിച്ചേ അല്ല പറയുന്നത്. ഒരു ശക്തിയിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്കറിയാം അങ്ങനെ ഒരു ഉപദേശം കിട്ടി. റീസെൻ്റ്ലി മരിച്ച എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ബന്ധുവുണ്ട്, എനിക്കറിയാം. 10-18 വയസ്സുള്ള പയ്യൻ. അപ്പോൾ ഇതൊക്കെ സത്യമാണ് ഇതിനകത്തൊക്കെ. അപ്പോൾ ആദ്യം ഇപ്പോൾ വെളിരാജ്യം അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൂളുകളിലും കോളേജിലും ഇപ്പോൾ അവിടെയാണല്ലോ പറയുന്നത് പരിഷ്കൃത രാജ്യമാണ്, അപ്പനെ നോക്കത്തില്ല അമ്മയെ നോക്കത്തില്ല, പ്രായമുള്ളവരൊക്കെ കൊണ്ട് സിക്ക് ഹോം ഷെൽട്ടർ ഹോമിലൊക്കെ പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്. അവിടെ ലിറ്ററലി പിള്ളേരുടെ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിലുണ്ടല്ലോ അവരൊരു ചാരിറ്റി ചെയ്യാനും ഇങ്ങനെയുള്ള സോഷ്യൽ വർക്കുകൾ ചെയ്യാനും സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ദേ ഹാവ് ടു ഡു, അതർവൈസ് അവരിനി എത്ര ഈ സ്കൂളിലെ നമ്പർ 1 ഈസ് ഔട്ട്. ഒരുപക്ഷെ ഡോക്ടർക്കൊക്കെ അറിയാമായിരിക്കും വെളിയിലെ പഠനപദ്ധതികളൊക്കെ വളരെ എന്താണ് ലിറ്റററി ആയിട്ട് ചെയ്ത് അത് അറിഞ്ഞ് പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ പിള്ളേർ പോയി അവിടെ മക്ഡൊണാൾഡ്സിൽ പോയി കപ്പ് കഴുകാനൊക്കെ പഠിപ്പിക്കുന്നതും $1 അവർ ശമ്പളം വാങ്ങുന്നതൊക്കെ ഉണ്ട്. ദേ ഹാവ് ടു നോ ദ പെയിൻ ഓഫ് ദ ജോബ്. ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. ഈ പ്രായമായി ഇപ്പം മേലധ്യക്ഷന്മാരും ഒക്കെ മേലെ കയറിയിരുന്ന് പരിവേഷങ്ങളൊക്കെ അണിഞ്ഞ് വിവിധ തരത്തിലുള്ള കളറുള്ള ഡ്രസ്സും കുപ്പായങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് ഇത് ഉപദേശിക്കുന്നവരെയാണ്. ഉപദേശിക്കേണ്ട രീതിയിൽ ഉപദേശിക്കുക. അല്ലെങ്കിൽ ഇപ്പം സർക്കാരുകളുടെ കാര്യം ഇത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ മാഡം, ഉണ്ടോ? ഞാൻ സമ്മതിക്കുന്നുണ്ട് മാഡത്തിനോട്. ആദ്യം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം ഇത്. യു ആർ അബ്സല്യൂട്ട് റൈറ്റ്. സൈക്കോളജി ഓഫ് ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാമായി അതിനകത്ത് ആ ശരിക്കുള്ള വീട്ടിലെ എല്ലാമായി. പക്ഷെ നമുക്ക് പലതും പറഞ്ഞൊഴിയാം, നമുക്ക് സമയമില്ല, നമുക്ക് പിള്ളേരെ ഈ കാലത്തെ തലമുറ ഒന്നും കേൾക്കാത്തവരാണ്, തലതിരിഞ്ഞവരാണ്. ദാറ്റ്സ് ഓൾ ട്രൂത്ത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു നേരമെങ്കിലും നമുക്ക് ആശ്വാസം കിട്ടാൻ ഞാൻ ഈ യങ്ങർ ജനറേഷനുള്ള പിള്ളേരോട് ഒരുപാട് സമയം കണ്ടെത്തുകയും അവർ കളിക്കുന്ന ചിലപ്പോൾ കോപ്പറേറ്റിനോടൊക്കെ ഞാനും കുഴുമാരെന്തോ ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. നല്ലതാണ്. കാര്യം നമ്മുടെ പിള്ളേരുടെ കൂട്ടുകാരെ നിന്ന് എടുത്താൽ മതി, നമ്മുടെ മകൻ്റെ സ്വഭാവം കണ്ടുപിടിക്കാം, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൻ ഇപ്പോൾ ഇവിടെ വന്ന് എൻട്രൻസ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി അവന് ഇഷ്ടമുള്ള കോളേജിൽ പോയി ചേർന്നു. വീട്ടുകാർ പറഞ്ഞതൊന്നും കേട്ടില്ല, അമ്മ പറഞ്ഞാൽ കേട്ടില്ല, അമ്മയുടെ അമ്മ പറഞ്ഞത് കേട്ടില്ല. സോറി, ആ കുട്ടിക്ക് അച്ഛനില്ലാത്ത കുട്ടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കുഴപ്പങ്ങൾ ഒരുപാടുണ്ട്. ഈ സമൂഹം തെറ്റിപ്പോകുന്നതിനും പിള്ളേർ വഴി തെറ്റിപ്പോകുന്നതിനും എല്ലാവരെയും ഞാൻ പറയുന്നില്ല. പക്ഷേ എവറിഥിങ് സ്റ്റാർട്ട് ഫ്രം അവർ ഹോം. അതുകൊണ്ടാണ് ഞാൻ ഈ ഹോമിലെ സൈക്കോളജി മാഡം പറഞ്ഞ എല്ലാ പോയിന്റുകളോടും എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടത് ഇവിടെ പറഞ്ഞ കാര്യം എനിക്ക് എല്ലാം സത്യം പറഞ്ഞാൽ വളരെ നന്നായിട്ട് തോന്നി. ഇങ്ങനെയുള്ള സബ്ജക്റ്റ് ഇപ്പം ഇവിടെ പറയുകയും ചെയ്തു. ഇത് സ്കൂളുകളിലെത്തണം, സമൂഹത്തിലെത്തണം. ഇപ്പം മാഡത്തിനെ പോലൊക്കെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എത്രയോ അവയർനെസ് ആണ്. നമുക്കൊരു ചെറിയ റോളേ ഉള്ളൂ. ഒരു 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 ഒരു
എവിടെയെങ്കിലും ഒരു ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഞാനതിൽ ആനന്ദം കണ്ടെത്തുന്ന ആൾ. ഞാൻ പറയുന്നതൊന്നും 100% ശരിയാകണമെന്നില്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഐ എം ജസ്റ്റ് ഷെയറിങ്. ഒരു സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിലൊക്കെ നമുക്ക് പ്രതിഫലങ്ങളോ ഒന്നും കിട്ടുന്നില്ലല്ലോ. നമ്മളത് ആഗ്രഹിക്കുന്ന പോലുമില്ല. പക്ഷേ എങ്കിലും നമ്മൾ ഈ ജനിച്ച വീണ ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ ഞാനതുകൊണ്ടാണ് ഈ നമുക്ക് നമ്മളോട് തന്നെ നമുക്ക് പലതും നമ്മളിൽ തന്നെ കാണുന്നില്ല. നമ്മളിലുള്ള ഗുണങ്ങൾ വിടുന്നു. നമ്മുടെ വാല്യൂസ് ഒക്കെ മറന്ന് നമ്മൾ വല്ലവരെയും നന്നാക്കാനാണ് നടക്കുന്നത് കൂടുതലും. 95% സമയങ്ങൾ ഉപദേശത്തിനാണ്. നമ്മൾ സ്വയമായിട്ട് ഒരു ഉപദേശം കേൾക്കുന്നില്ലേ, അത് വേറെ കാര്യം. ഞാൻ സ്വയം നന്നാവണമെന്ന് വല്ലപ്പോഴെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ? ഞാനടക്കം പറയുന്നില്ല, ഞാൻ എന്നെ അടക്കമാണ് പറയുന്നത്. ഇതിന് സമയമില്ല ആർക്കും. ഇതിന് സമയമില്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ നന്നാക്കാൻ എവിടെ സമയം കിട്ടും? അപ്പോൾ അതുകൊണ്ട് സൈക്കോളജി ഓഫ് ഹോം മേക്കിംഗ് വളരെ നല്ല സബ്ജക്റ്റ് ആയിരുന്നു. ഇത് തീർച്ചയായിട്ടും പല സമൂഹങ്ങളിലൊക്കെ എത്തട്ടെ. നമുക്ക് ഇപ്പോൾ ഇതൊരു നാളെ ഇതുകൊണ്ട് യാതൊരു ഒരു 100% നാളെ മുതൽ എല്ലാവരും ഇത് മാറുമെന്നൊന്നുമില്ല. പക്ഷേ മാഡത്തിന് കേൾക്കുന്ന ഈ സാബു സാറ് ചെയ്യുന്ന അതിനേക്കാളും മഹത്തായ ഒരു കാര്യം കൂടാണ്. സാറ് ഈ പ്ലാറ്റ്ഫോമിൽ വളരെ എത്ര 11 പേരുള്ള ഈ പ്ലാറ്റ്ഫോമിൽ നാളെ ആകുമ്പോഴത്തേക്ക് കുറഞ്ഞത് ഒരു 100 പേരിൽ എത്തിയാൽ അത് തന്നെ ഒരു വലിയ പുണ്യകാര്യമായി. 100 പേര് കേൾക്കട്ടെന്ന്, അത് മതി. അതിലൊരാൾ മതി. അതിലൊരാൾ ഈ പറഞ്ഞ സത്യങ്ങളും, ഇതെല്ലാം സത്യങ്ങളാണ്. ഇതിനെ ഖണ്ഡിക്കാനാണ് പലരും ശ്രമിക്കുന്നത്. തെളിവ് എവിടെയും ചോദിക്കും. ഇപ്പോൾ ഫൊർഗീവ്നെസ്സിനെ കുറിച്ചും മറ്റുള്ള സൈക്കോളജിക്കൽ മാറ്റേഴ്സിനൊക്കെ പറഞ്ഞാൽ വെർ ഇസ് എ പ്രൂഫ്? സയൻസ് ഇതൊന്നും അംഗീകരിക്കില്ല. സയൻസ് അംഗീകരിക്കുന്നുണ്ട് സർ. സ്യൂഡോ സയൻസ് ആണ് അംഗീകരിക്കുന്നത്. സ്യൂഡോ സയൻസ്, അതെ, അത് തന്നെ. ലോജിക്കൽ റീസണിങ് ഉള്ള ആൾക്കാർ സമ്മതിക്കില്ല. ദൈവം ഇല്ലല്ലോ. അപ്പോൾ ഈ ലോജിക്കൽ തിങ്കിങ് എവിടെ? ലോജിക്കൊക്കെ വേണം നമുക്ക് എല്ലാത്തിനും. അത് ലെഫ്റ്റും റൈറ്റും ഒക്കെ നോക്കിയേ പോകാൻ പറ്റുള്ളൂ. എഗെയിൻ സത്യങ്ങൾ പറയാൻ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ സാബു സാറേ, അതല്ലേ പ്രശ്നം. സത്യം പറയുന്നതും കേൾക്കുന്നതും ആർക്കും ഇഷ്ടമല്ല. മാഡം അതുപോലെ പറഞ്ഞില്ലേ, ഡോക്ടർ സുധാകരൻ സാറ് പറഞ്ഞില്ലേ അടുത്ത ജന്മത്തില്. അപ്പൊ ഇവിടുന്ന് നമ്മൾ തമ്മിൽ പറഞ്ഞോണ്ടിരിക്കും അടുത്ത ജന്മത്തില് നിങ്ങൾ തന്നെ എനിക്ക് വേണം, ഞാൻ അധികം പറയാം. അപ്പം എന്നെ വിടേണ്ട പരിപാടിയൊന്നും ഇല്ലടോ എനിക്ക് പറയും തമാശക്ക്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാല് എല്ലാം ഷെയർ ചെയ്യും തമ്മില്. അങ്ങനെ ഷെയർ ചെയ്യുമ്പോ ഉണ്ടല്ലോ, കുട്ടികളുടെ കാര്യത്തിൽ കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞിട്ട് മമ്മി, അപ്പൊ കുമാരത്തിന് ഇടപെടും. അപ്പൊ പറയും അയ്യോ ഇവര് രണ്ടുപേരും കട്ടൊക്കെ നിൽക്കുകയാണ് എപ്പോഴും. അത് കണ്ട് പഠിക്കട്ടെ നമ്മളെ കുട്ടികള്. രമാവതി മാഡം പറഞ്ഞ പോലെ നമ്മൾ മറ്റുള്ളവരിൽ ഒരാളെ കാണുമ്പോഴേ അയാളിൽ ഒരു നമ്മളുണ്ടെന്നുള്ള ഒരു ചിന്ത ഇടയ്ക്കെങ്കിലും പോകുന്നത് നല്ലതായിരിക്കും, അല്ലേ സാബു സാറേ? വേറൊരാളെ കാണുമ്പോഴേ നമ്മൾ എല്ലാം കുറ്റം കുറവാണല്ലോ മറ്റുള്ളവരിൽ കണ്ടുപിടിക്കുന്നത്. ഈ ഭർത്താവിനെ അടുത്ത ജന്മത്തിൽ ഈ ഭർത്താവിനെ വേണ്ട എന്ന് പറയുന്നത് അങ്ങേരുടെ സൗന്ദര്യം കൊണ്ടല്ല, ക്യാരക്ടർ കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പല സൗന്ദര്യം കൊണ്ട് ഒരിക്കലും അങ്ങനെ പറയല്ല. അതെ ഡോക്ടർ, അതൊരു ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു ഒക്കെ ആകാമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഒരു സാമൂഹിക ജീവിതത്തിലാണ്, സമൂഹ ജീവിതത്തിൽ നമ്മളിതെല്ലാം നമ്മളൊക്കെ ഇപ്പം അതിൻ്റെ നമ്മൾ വേറെ മാർഗ്ഗമില്ലല്ലോ. ദർ ഇസ് നോ ഷോർട്ട് കട്ട് ഫോർ ദിസ്. നമുക്കും ജീവിക്കണം, നമ്മുടെ കുട്ടികൾക്കും ജീവിക്കണം, ഈ ലോകത്തിലെ നമ്മുടെ പരിസ്ഥിതിക്ക് ജീവിക്കണം, ചെടികൾക്ക് ജീവിക്കണം, മൃഗങ്ങൾക്ക് ജീവിക്കണം, ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തൊന്നും നമ്മൾ മാത്രം കുറച്ച് പേര് ഇതിനെക്കുറിച്ച് അലമുറയിട്ടിട്ട് എന്ത് സാധിക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ എന്നോട് കുറച്ച് പേരൊക്കെ ചെയ്തിട്ട് താൻ വെള്ളവുമായിട്ട് മാത്രം ജീവിച്ചു വരുന്നതാണ്. ഞാനിപ്പോൾ അതുകൊണ്ട് ഞാൻ 3-4 ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് പോലും ഔട്ടായി. കാര്യം ഇവരോടൊന്നും സംസാരിച്ച് മോശമാകുന്ന നമ്മളാണ്. രാവിലെ തുടങ്ങുന്ന ഈ പരിപാടി ഇപ്പം ടി വിയിൽ കൂടെ കേൾക്കുന്നത് തന്നെ മതി ഒരു ദിവസത്തേക്ക് നമുക്കുള്ള ഡോസ് കിട്ടാൻ. ഞാനൊരു 3-4 ഗ്രൂപ്പിൽ നിന്ന് സാബു സാറേ അനാവശ്യമായിട്ട് ഒരു ഒച്ചയും വിളിയൊന്നും മാത്രം കേട്ടോണ്ട് ഗ്രൂപ്പിൽ ഐ ക്വിറ്റഡ് വിത്ത് എ നോട്ട്. ഈ പ്രഭാഷണങ്ങളൊക്കെ എന്തിനു കേൾക്കണം? ഇതൊക്കെ കേട്ട് നമ്മുടെ മനസ്സ് രാവിലെ മുതലേ അങ്ങ് മരവിക്കാൻ തുടങ്ങുക അല്ലാതെ ഒരു ഗുണം അതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു കാര്യം അതിനകത്തില്ല. അപ്പം നമ്മളെന്തിന് ഈ വേഷം കെട്ടണം? പലർക്കും ദേഷ്യമായിരിക്കും നമ്മൾ പറയുന്നതിനോട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ നല്ല രീതിയിൽ
ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഈ അവയർനെസ് സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. ഇപ്പം സ്കൂളുകളിൽ കൂടെ എല്ലാം ശരിയാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. പിന്നെ ആര് ശരിയാക്കും? അപ്പോൾ വീട് അതുകൊണ്ട് ശരിയായാൽ മതി സാർ. അതാണ് ഞാൻ പറഞ്ഞത്. സോ എവറിത്തിങ് നമ്മുടെ കുട്ടികളുടെ അടക്കം കാര്യം പറഞ്ഞില്ല. നമ്മുടെ എവറിത്തിങ് ഷുഡ്. ഇപ്പം മാഡം പറഞ്ഞു ഒരു നേരമെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചിരിക്കും. എൻ്റെ വീട്ടിൽ ഞാൻ സാബു സാറേ 12 ചെയർ ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ. എൻ്റെ അച്ഛനടക്കം ഈ 9 മക്കളടക്കം ഇരിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ 12 ടേബിളുള്ള ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയത്. എൻ്റെ വീട്ടിലെ ഏറ്റവും വലിയ ഇതും ഞങ്ങളുടെ വീട്ടിലെ ഡൈനിങ് റൂമായിരുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഇപ്പം എന്താണ് കുളിര് കോരുന്നുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ ഇല്ല. മതി രാവിലെ പിള്ളേരുടെ കൂടെ ഒന്ന് ഒരിക്കൽ ചായ കുടിക്കാമല്ലോ. ഇവിടെ പോകുന്നതിന് മുന്നേ ചായ കുടിക്കുക, മോനെ ഇരിക്കേ 2 മിനിറ്റ് ഇരിക്കേ. അപ്പം നമ്മളപ്പം ഈ പിള്ളേർ വരുന്നത് 7 മണിക്കായിരിക്കും ചിലപ്പോൾ, അല്ലെ 6:45. അപ്പം നമുക്ക് അവിടെ അപ്പുറത്ത് പോയിരുന്ന് ഈ TV സീരിയലും കാണണം. ഈ ചാനൽ ചർച്ചയിൽ എല്ലാവരും കൂടെ വന്നിരുന്ന് ഇവിടുന്ന് തള്ളുന്ന കുറച്ച് ആൾക്കാരുണ്ട് ചാനലിൽ, അവർ പറയുന്നത് കേൾക്കണം. അതാണ് വേദവാക്യം പലർക്കും. അതിന് സമയമുണ്ട് മാഡം, ഇല്ലേ? ഒരുമിച്ച് ചെയ്യുന്നത് ചിലപ്പം അതും ഒരേ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയല്ലോ. അതന്നെ. അപ്പോൾ ഈ ചാനൽ തന്നെ മാറ്റുന്നത് വലിയ യുദ്ധമാണ്. ഒരാൾക്ക് സീരിയൽ കാണണം, ഒരാൾക്ക് മറ്റേ ചാനൽ കാണണം, ഒരാൾക്ക് എന്ന് തുടങ്ങുന്ന കാണണം, ഒരാൾക്ക് സീന്ന് തുടങ്ങുന്ന കാണണം. ഈ ചാനൽ ഇങ്ങനെ ഇന്നാൾ ഞാൻ ഒരിടത്ത് വായിച്ചു, ഈ ചാനലിൽ മാറ്റുന്നതും ഏറ്റവും വലിയ മാനസിക രോഗമാണെന്ന്. ദേ കനോട്ട് സ്റ്റിക്ക് ഈവൻ ഫോർ എ ഫ്യൂ സെക്കൻഡ്സ്. എന്താ കുരങ്ങൻ ചാടി കളിക്കുന്ന പോലാണ് ഈ കാഴ്ചകളെല്ലാം ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ ഈ ഡംപ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേസ്റ്റായി. എവിടെ ഇത് പോകുന്നത് മാഡം? നമ്മുടെ ഈ ഇന്റർനെറ്റ് റെപ്രസ് IRലോട്ട് ഇതെല്ലാം കുത്തി നിറയ്ക്കുന്നത്. അവിടെ ഇരുന്ന് പിന്നെ കുറച്ച് പേരോട് ചർച്ചയായി, വാഗ്വാദമായി, തെറിവിളിയായി, BP കൂടി, എല്ലാം ഷൂട്ട് ചെയ്തു, രോഗിയായി. അപ്പം ഇതൊക്കെയുള്ളതിൻ്റെ മെച്ചം. അപ്പം നല്ല കാര്യങ്ങളിലേക്ക് ആൾക്കാർ വരാനുള്ള ഇൻക്ലിനേഷൻ തീർച്ചയായിട്ടും ഇതുപോലുള്ള ചർച്ചകളൊക്കെ. ഇപ്പം ഞാൻ പറയില്ല, ഇപ്പം സാബു സാറ് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്. വീണ്ടും ഒരിക്കലൂടെ പറയാം, ഇതൊരു 10-200 പേര് കേൾക്കട്ടെ സാറേ നാളത്തെ അടുത്ത വരും ദിവസങ്ങളിൽ. അതാണ്. അപ്പോൾ അത് കാരണം നമുക്ക് തീർച്ചയായിട്ടും ഇത് സമയം ഇത് എടുത്തു എന്ന് തോന്നുന്നു. എനിക്ക് വളരെ ഇഷ്ടം ആയിട്ട് തോന്നിയ സബ്ജക്റ്റ് ആയതുകൊണ്ടും അതുപോലെ ഇങ്ങനെയുള്ള നല്ല സബ്ജക്റ്റുകളുടെ വീണ്ടും സാബു സാർ ഈ പ്ലാറ്റ്ഫോമിൽ 2 ഗസ്റ്റ് ഉണ്ട്. ഇന്ന് രമാവതി മാമിന്റെ ഗസ്റ്റുകളെ ഒന്ന് പരിചയപ്പെടുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും രമാവതി മാഡം ഗസ്റ്റ് കാണിക്കും. ഇത് എന്റെ പേരക്കുട്ടി ആദിദേവ്. ഹലോ, ഒരു മിനിറ്റ്, മോളുടെ പേര് പറയൂ. മോളല്ല, മോനാണോ? സോറി. ഓക്കെ, പേര് പറഞ്ഞു. അയ്യോ, ഒരു മിനിറ്റ്. അല്ല, അവര് എന്തോ ചെയ്യാൻ പോവുക, കാണത്തില്ല. ചിലപ്പോൾ കട്ടായി പോയി കാണും. വേറെ ആർക്കെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാനുണ്ടോ? മാം ഇപ്പം തന്നെ തിരിച്ചു വരുമായിരിക്കും, അത് കട്ടായി പോയതാ അപ്പോൾ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? എനിവേ വളരെ ക്രിയാത്മകമായ ഒരു ഡിസ്കഷൻ ആയിരുന്നു. മനോജ് സാർ, ഫോൺ ഒന്ന് ചരിച്ചു വെച്ചേ. ഫോൺ ചരിച്ചു വെക്കാൻ പറ. ഇപ്പൊ എല്ലാരെയും കാണാം. ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യൂ, ഓരോരുത്തർ ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. ആദിദേവ്. എന്റെ പേര് ആദിദേവ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? എവിടെയാണ് പഠിക്കുന്നത്? പറഞ്ഞു. 9ാം ക്ലാസ്സിൽ രണ്ടുപേരും പോകാൻ പോവാ. എന്റെ പേര് ആദിനാഥാണ്. അത് കേട്ടത്. രണ്ടുപേരും ട്വിൻസാ? ട്വിൻസ് ആണ്. ഞാൻ ഐഡന്റിക്കൽ. ട്വിൻസ് ആണോ? നോൺ ഐഡന്റിക്കൽ ട്വിൻസ്, റൈറ്റ്? Right. So, which is your school? In which school you are studying? Where it is? It's in Birmingham, Lozells area. Oh, you guys are in UK? Yes, yeah, we come from the UK, but we're related to him, so we can. We came here for holiday, so this is your vacation. This is your holiday. Summer vacation there, right? Yeah. So how did you enjoy this place? This your mom's place? You enjoyed? You love to stay here? We enjoyed. Yeah, going on the bike. Enjoyed.
Yeah. സൈക്കിൾ എടുത്ത് പോയി സാറേ. ഇവിടുന്ന് പോയിട്ട് ഉച്ചക്ക് പോയിട്ട് വൈകുന്നേരം വന്നത്. അന്ന് കാഞ്ഞങ്ങാടൊക്കെ പോയി. ഓക്കെ. അപ്പോൾ ഇവർ മലയാളം പറയുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. ഇവര് മലയാളം പറഞ്ഞില്ലെങ്കിൽ ചന്തിക്ക് കിട്ടുന്ന പറഞ്ഞിട്ടുണ്ട് അച്ഛൻ. Okay, Manu. Very nice meeting you, both of you. Okay. Keep coming to our own place. Enjoy the beauty. So you keep coming every year. Agreed? All right. Thank you. Thanks. Thanks. കഥയില്ല. Okay, ma'am. Sabu sir. ഓക്കെ, അപ്പോൾ നമുക്ക് താങ്ക് യു സർ. അമനം ടീച്ചർ, അപ്പോൾ വൺസ് അഗൈൻ താങ്ക് യു. താങ്ക് യു സർ. പുതിയൊരു ഹോം മേക്ക് ചെയ്യാൻ സഹായിച്ചതിൽ. ഇതിൻ്റെ കുറച്ച് ഫ്രെയിം വർക്കുകളൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലേ? കുറച്ചൊക്കെ കാര്യങ്ങൾ ഒന്നുകൂടെ റീസെറ്റ് ചെയ്യണം. റീസെറ്റ് ചെയ്യാന്നല്ല പറഞ്ഞാൽ നമ്മൾ നിന്ന് റീസബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ചെയ്യുന്നതിന്റെ അകത്ത് ഒരു ചെറിയ മാറ്റമൊക്കെ വരുത്തുമ്പോൾ അങ്ങ് രസമാണ്. യെസ്. അതെ മാഡം, ശരിക്കും ഒന്ന് ശ്രദ്ധിക്കാൻ അല്ലേ? ഒന്ന് രണ്ടുപേരെ mindful ആയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ആ 2 പേരെ ഉള്ളതിലോ 2 പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാവുക. അതെ. അല്ല, ഈ മാഡത്തിന്റെ ഈ പ്രസന്റേഷൻ അടക്കം ഇപ്പോൾ ഒരു പ്രാവശ്യം ചെയ്തു. ഇതിലും മനോഹരമായിട്ട് അടുത്ത പ്രാവശ്യം വേറെ ഏതെങ്കിലും ഇപ്പൊ ഇവിടെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക, അല്ല ഇതിൽ മാറ്റി ഇതിന്റെ രണ്ടാം ഭാഗം ഒക്കെ ഒരുപാട് ഇതിന്റെ ഒരു സീരീസ് തന്നെയായിട്ട് തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിന്റെ ആ ചെയ്യാൻ താങ്ക് യുവിന്റെ പറ്റിയ പുറകോട്ട് കുറേ കൂടെ കിടപ്പുണ്ട്. ഞാൻ അവിടെ വെച്ച് ഒഴിവാക്കിയതാ. ഓക്കെ സാബു സർ, താങ്ക് യു. നല്ല ദിവസമായിരുന്നു, നല്ല സബ്ജക്റ്റ് ആയിരുന്നു. താങ്ക് We യു hope സർ. to see tomorrow. Thank you all. Bye. താങ്ക് യു. നാളെ നമുക്ക് സ്റ്റോറി പറയാൻ വളരെ പുതുമയുള്ള ഒരാളാണ് വരുന്നത്. അദ്ദേഹം ഒരു ഹാൻഡിക്യാപ്ഡ് ആണ്. ആഹാ. വീൽ ചെയറിലാണ് അദ്ദേഹത്തിന്റെ യാത്രകൾ. ഓക്കെ. അദ്ദേഹത്തിന്റെ കുറെ ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. കൊച്ചു പയ്യനാ. വെരി ഗുഡ്. പുള്ളി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അദ്ദേഹത്തിന്റെ കുറച്ച് ബുക്കുകളൊക്കെ നമുക്കൊന്ന് സെല് ചെയ്ത് കൊടുക്കണം. തീർച്ചയായിട്ടും. കോമൺ ഫോറത്തിലൊക്കെ പുള്ളിനെ ഒന്ന് പരിചയപ്പെടുത്തണം. തീർച്ചയായിട്ടും നമ്മളുടെ സഹായം ആവശ്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് നാളെ നമുക്ക് വീട് എവിടെയാ സാറേ? പേര് വീട് പത്തനംതിട്ട. സാറേ ആയിക്കോട്ടെ. സാറേ അത് ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നോ അല്ലെങ്കിൽ ഫിസിക്കലി ചാലഞ്ചഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു. യെസ്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കാണാം. സീ യു. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. Thank you.